ഹരി ഓം. ഏവർക്കും അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. മേടരാശി അല്ലെ, അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക അല്ലെ. മേടരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങൾ വരിക? ഇവിടെ ഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ 14 സൂര്യൻ എന്താണ്, മേടത്തിലേക്ക് സഞ്ചരിക്കും അല്ലെ. മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് സഞ്ചരിക്കും. ശരിയാണെങ്കിൽ 12 നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ശുക്രന്, ബുധന്, രാഹുവ്, ശനിയ, സൂര്യൻ ഏപ്രിൽ 14 വരെയൊക്കെ എന്താണ്, 12ാം രാശിയിൽ നിൽക്കുക അല്ലെ. മീനരാശിയിലാണ് നിൽക്കുന്നത്. മേടത്തിന്റെ 12ാം രാശിയിലാണ് ഇവർ നിൽക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മളുടെ ശുക്രൻ എന്ന് പറയുന്ന ഉച്ചത്തിലാണ്. അതുപോലെ തന്നെ സൂര്യനും ഉച്ചത്തിൽ വരുന്ന സമയമാണ് അല്ലെ. ഈ ഏപ്രിൽ 14 സൂര്യൻ ഉച്ചത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണ്, അതിനായ പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് ലഭിക്കും അല്ലെ. മേടത്തിലാണ് ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത്. ശുക്രൻ ഉച്ചത്തിലാണ്, പക്ഷെ എന്താണ്, രാഹുവിന്റെ കൂടെ കൂടുന്നുണ്ട്. സോ അതുപോലെ തന്നെ വ്യാഴം 2ലാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴവും ശുക്രനും എന്താണ്, പരിവർത്തനം എന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രത്തിന്റെ ക്ഷേത്രത്തില് വ്യാഴവും നിൽക്കുന്ന സമയമാണ്. കുജൻ എന്ന് പറയുന്നത് കർക്കട രാശിയാണ്. കർക്കട രാശി എന്ന് പറയുന്നതാണ് കുജന നീചക്ഷേത്രമാണ് അല്ലെ. ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മകരരാശിയാണ്. മകരത്തിന്റെ 7ാം രാശി എന്ന് പറയുന്നത് കർക്കടകമാണ്. സോ കർക്കടകം എന്ന് പറയുന്നത് എന്താണ്, കുജൻ നീചത്തിൽ വരുന്നതാണ്. സോ കുജൻ നീചത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ നമ്മള് കുജന്റെ കൂടെ ചന്ദ്രൻ വരുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ്, വൃശ്ചിക രാശിയില് ചന്ദ്രൻ വരും. അതുപോലെ തന്നെ കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 7ാമത്തെ രാശിയിലൊക്കെ ചന്ദ്രനൊക്കെ വരും. സോ അവിടെ നമുക്ക് എന്താണ്, നീചഭംഗ രാജയോഗമൊക്കെ നമുക്ക് ആക്റ്റീവ് ആവുന്ന സമയമായിരിക്കും. നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമാക്കിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. എന്ന് വെച്ചാൽ ഒരു സമ്മിശ്ര രീതി മുന്നോട്ടൊക്കെ പോകുന്ന രീതിയായിരിക്കും നിൽക്കുക എന്ന് പറയുന്നത്. ഒരു ആവറേജ് ആയിട്ട് പോകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. ഒത്തിരി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷനോടെ നിങ്ങൾ മുന്നോട്ട് പോകണ്ട. ഒരു എന്താണ്, ഒരാവറേജ് ചിന്താഗതിയോടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ കുറച്ചുകൂടി അനുകൂല അവസ്ഥകളൊക്കെ നമ്മൾ കാട്ടിത്തരും കേട്ടോ. അതുപോലെ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാലും ചെറിയ കുഴപ്പങ്ങളൊക്കെ വരുമെങ്കിൽ പോലും അതൊക്കെ പിന്നീട് അങ്ങ് മാറിക്കോളും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലത്തൊക്കെ വന്നാലും ഒരു അസ്വസ്ഥയൊക്കെ വന്നാൽ പോലും അതങ്ങ് മാറി നമുക്ക് അനുകൂലമായിട്ടൊക്കെ വന്നു കേട്ടോ. ബിസിനസ് തുടങ്ങിയാലോ എന്നൊക്കെ ചിന്ത വരും. നമ്മളിപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തൊഴിൽ നിർത്തിയിട്ട് നമുക്കൊരു ബിസിനസ് ഒക്കെ ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 12ലാണ് ശനി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ടൈം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാനേ പാടില്ല. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ജോലി സ്ഥാപനം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇപ്പൊ ഒരു മാറ്റം അത്ര എന്താണ് ശുഭകരമായിട്ട് നമ്മൾ കാണുന്നില്ല. അത്ര ഒരു ചേഞ്ചിങ് എന്തായിട്ട് പറയാൻ പറ്റൂല. സോ ഇപ്പൊ ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട, ഇപ്പൊ കണ്ടിന്യൂസ് തന്നെ പോവാ. ഇനി ബിസിനസ് തുടങ്ങണമെന്ന് അത്ര ആഗ്രഹമാണ്, നിങ്ങളുടെ പ്ലാൻ അത്ര അടിപൊളിയാണെങ്കിൽ സൈഡായിട്ട് ഒന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോട് ചോദിച്ച് അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ആ പ്ലാൻസ് കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെലവുകളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വേഗത്തിൽ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. നമ്മൾ ഓരോ തീരുമാനം എടുക്കണം, ഇച്ചിരി പയ്യെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുത്താൽ മതി. വേഗത്തിലൊന്നും തീരുമാനങ്ങൾ എടുക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, നമ്മൾ എടുത്തിയാലും ഒരു കാര്യത്തിൽ ചാടാതെ ചിന്തിക്കുക. ഓക്കെ, മേടരാശിയെ കുറിച്ച് ഈ തവണ പറയുകയാണെങ്കിൽ മേടരാശിക്കാരെ, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം, ഇവരെന്ത് ചെയ്യണം, ഈ ഒരു മാസത്തില് എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്. എടുത്തു ചാടി ഒരു കാര്യത്തിൽ ഇറങ്ങാനും എടുത്തിയാടി ഒരു കാര്യത്തില് നമ്മൾ വാക്ക് കൊടുക്കാനും ഒന്നിനും ഇറങ്ങിയേക്കല്ല. ചിന്തിച്ച് മാത്രം ഓരോ ചോടും നമ്മൾ വെക്കുക. ഓക്കെ, അപ്പം അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എത്തും കേട്ടോ.
അതുപോലെ തന്നെ ഫാമർ റിലേറ്റഡ്, കുടുംബ റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ വലിയ രീതിയിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം എന്താണ്, അവരുടെ വ്യാഴവും ശുക്രനും പരസ്പരം രാശി മാറി നിൽക്കുന്ന സമയമാണ്. അതുവരെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ദോഷങ്ങളെയൊക്കെ നമ്മളെ ഒന്ന് തടയും. കുടുംബത്തിലുണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തും. അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത്ര നല്ലതായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ടൈം അല്ല ഈ ടൈം എന്ന് പറയുന്നത്. സോ ഒന്ന് ഡിലേ ചെയ്യുന്ന കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് സമയത്തായെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷണം വരുന്ന സമയമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷണം വരുന്നത് ശരിക്കും ഒരു നല്ല കാര്യത്തിന്. കാരണം നിങ്ങളുടെ പ്രണയം എത്രമാത്രം സ്ട്രോങ് ആണ്, നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടെയാണ് ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു ബോധം, നിങ്ങൾ തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കാൻ ഈ ഒരു പരീക്ഷണം നല്ലതാണ്. ഇപ്പം പരീക്ഷയൊക്കെ എഴുതുവാണെങ്കിൽ ആ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം സെറ്റായിട്ടാണ് നമുക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റുന്നത്, അത് എത്രമാത്രം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പ്രണയം എത്രമാത്രം ദൃഢതയുള്ളതാണ്, എത്രമാത്രം ആഴത്തിലുള്ള ബന്ധമാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാലയളവായിരിക്കും ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് പറയുന്നത്. സോ പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശുക്രൻ എന്ന് പറയുന്നത് ഇവിടെ ഉച്ചത്തിലാണ്, പക്ഷെ രാഹുവിന്റെ കൂടെയാണ് 12 നിൽക്കുന്നത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ അമിതമായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. അത് കുടുംബത്തിലായാലും പ്രണയങ്ങളുടെ ഇടയിലായാലും അമിതമായി ദേഷ്യപ്പെടാതിരിക്കുക. അമിതമായല്ല, ദേഷ്യപ്പെടാതെ ഇരിക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സൈലന്റ് ആയി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, ദേഷ്യം നമുക്ക് വരും, പക്ഷെ ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അടുത്ത കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെ, വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മന്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് മന്ത് ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. ഒരു ഹാർഡ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പക്ഷെ നമുക്ക് ചലഞ്ചിങ് മന്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചലഞ്ച് കൂടുമ്പോഴാണ് നമുക്കത് നിറവേറണം, അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കണം എന്നൊരു വാശി നമുക്കുള്ളിലുണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പ്രിപ്പയർ ചെയ്യും അല്ലെ, കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യും, കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. സോ അവിടെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചലഞ്ചിങ് മന്താണ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നാളെ 1-2 തവണ പഠിച്ചാൽ മതി, നിങ്ങൾ ഇത്തവണ 8-9 തവണ പഠിക്കേണ്ടതായിരിക്കും. എന്നുവെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞ നിങ്ങളിപ്പോ പഠിക്കുന്നതിന്റെ ഇരട്ടിയുടെ പരിശ്രമിക്കേണ്ട ഒരു. സോ നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്യുക അത്രമാത്രം ഹൈ ആയിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ പേപ്പർ മസ്റ്റ് ബി കുറച്ചുകൂടി ഓവർ പ്രാക്ടീസ് ആക്കുക. പ്രാക്ടീസും അല്ല, ഓവർ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 1-5 ചെയ്യുന്നില്ല, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എന്നുവെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നതിന് ഇരട്ടി ചെയ്യാൻ നോക്കുക. മറ്റുള്ളവർ 3 ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് 4-5 ചെയ്യാൻ ശ്രദ്ധിക്കാം. അത്രമാത്രം പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ മന്തും കുഴപ്പമില്ല കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. ചിലപ്പോൾ ഫോക്കസ് ഇല്ലായ്മ വന്നേക്കാം, ഒരു പഠിക്കാതിരിക്കാൻ വേറെ ചിന്തകൾ മനസ്സിലുണ്ടാവാം, ഒരു ഡീവിയേഷൻ. നമുക്ക് ഈ ഒരു സബ്ജക്ട് എടുത്തു വെച്ചാൽ പോലും ആ സബ്ജക്ട് വേറെ സബ്ജക്ട് പഠിച്ചാൽ എന്നൊരു ധാരണ. അത് പ്രധാനമായിട്ട് കാരണം വെച്ചാൽ നമുക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. ആ വ്യക്തത കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തത ഉണ്ടാക്കി വെക്കണം. ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് അലോക്കേഷൻ ചെയ്ത്, ടോപ്പിക്കിന് അലോക്കേഷൻ ചെയ്ത് കൃത്യമായിട്ട് ദേഷ്യം പറയാനൊക്കെ സെറ്റാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ, പരീക്ഷ കുറെ ആളുകൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. സോ നിങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, റിസൾട്ട് മൈൻഡിലുണ്ടാവും. സോ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമാക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമിതമായ വേഗതയൊന്നും ഒരു വാഹനത്തിൽ എടുക്കാതിരിക്കാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലുവ് തിരിവുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളിലൊക്കെ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും മറ്റുള്ളവരൊക്കെ വരാതിരിക്കാനും നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മേടരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സമയമൊന്നുമല്ല ഈ ടൈം എന്ന് പറയാൻ. നിങ്ങൾക്ക് ഉണ്ടാവും ഒരാൾ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരാൾ അങ്ങനെ ഒരു സപ്പോർട്ടും തന്നെന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിങ്ങൾ കളയാതെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോവാം. നിങ്ങളുടെ തൊഴിൽ ഭാരമൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ വർക്കും ചെയ്യുന്നുണ്ടാവും, ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് ലോഡ് കൂടാനുള്ള ചാൻസ് കൂടുണ്ട്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരിക, അപ്പൊ നിങ്ങൾ ഭാരം വർക്കിംഗ് കൂടുമല്ലോ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസിലും പോകണം, അവിടെയും വർക്ക് ലോഡ് കൂടുക. എന്ന് വെച്ചാൽ ഇത്ര നാൾ നിങ്ങൾ 1-2 പ്രൊജക്റ്റ് നോക്കിക്കൊണ്ടത് നിങ്ങൾക്ക് ഒരു വേറെ ഹെവി ആയിട്ടൊരു പ്രൊജക്റ്റ് വരുന്നു.
അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഭാരം കൂടുകയാണ്, തൊഴിൽ ഭാരം കൂടുകയാണ്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് കുറച്ച് പ്രഷറൊക്കെ അനുഭവിക്കാനും ടെൻഷൻ അനുഭവിക്കാനും സ്ട്രെസ് അനുഭവിക്കാനൊക്കെ സാധ്യത കൂടിയ സമയമാണ്. ഒരു എന്താണ് കുറച്ച് അത്ര സുഖകരമായിട്ട് പോകുന്ന ഒരു മന്ത് ആയിരിക്കില്ല ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ഇതോടത്ത് ദുഃഖിക്കൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തോന്നിയുകൊണ്ടാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് ആ ഒരു ടാലന്റ് അല്ല ആ ചലഞ്ചസ് ഒക്കെ തരുന്നത്. സോ ആ ചലഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, മുന്നോട്ട് ഹാപ്പി ആയിട്ട് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്ന സമയമായിരിക്കും. ഒരു കംഫോർട്ട് ആയിരിക്കും. ഇപ്പം പ്രായം 55 അല്ലെ 60 ആയെന്ന് പറഞ്ഞാലും സമാധാനമായിട്ടോടെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സാധിച്ചെന്ന് വരുന്നില്ല. ഒരു നമ്മുടെ കംഫോർട്ട് സോണിലായാൽ പോലും ഒരു എന്താണ് നമുക്കൊരു സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥ, നമ്മളൊരു അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രായം മുതിർന്നവർ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലധികം ശ്രദ്ധ വേണം. നിങ്ങളും ചിന്തിച്ച് മാത്രം ഓരോ കാര്യം ചെയ്യാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മേടരാശിക്കാരെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. യാത്ര പോകുമ്പോൾ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ഗ്യാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഓരോ വസ്തുക്കളൊക്കെ, നിങ്ങളുടെ ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ്. മോഷണം പോവാതെയും കേടുവരാതെയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേടരാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസം എന്തും ആയിക്കോട്ടെ, ആ ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കണ്ണടിച്ച് നമ്മുടെ ആരാധനാ മുറിയിൽ ഒന്ന് ചെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന എങ്ങോട്ടാണ് പോകുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ, കാത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അവിടെ നിന്ന് ഇറങ്ങുക, എന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, എന്നുവെച്ചാൽ ആപത്ത് പറ്റാതെ എന്ത് ചെയ്യും, നമ്മുടെ ഇഷ്ടദേവൻ, നമ്മൾ ആരാധിക്കുന്ന മൂർത്തി എന്താണ് നമ്മളെ രക്ഷിക്കും. ഓക്കെ, അല്ലാത്തപ്പോഴും രക്ഷിക്കും. എന്നിരുന്നാൽ ഇപ്പോൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാ, വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. വരെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ കൂടുതലും ചിന്തിച്ച് മാത്രം ഓരോ കാര്യം ചെയ്യുക, ശ്രദ്ധയും വേണം. അത്ര മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇടവരാശി കാർത്തിക, മുക്കാളി, രോഹിണി, മകേരമര അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ 2 നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ നമ്മുടെ രാശിയുടെ 11ാം രാശിയിലാണ് കൂടുതൽ ഗ്രഹങ്ങളും യോഗം ചെയ്തേക്കണം അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ മീനത്തിലാണ്, സൂര്യൻ മീനത്തിലാണ്, രാഹു മീനത്തിലാണ്, ബുധ മീനത്തിലാണ്, ശനി മീനത്തിലാണ്. 5 ഗ്രഹങ്ങൾ എന്താണ് മീനം രാശിയിലാണ്. ഇതിൽ ആദ്യത്തെ എന്ത് ചെയ്യും, ഏപ്രിൽ 14 എന്താണ് മേടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 9ാം 10ാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. 9ാം 10ാം ഭാവാധിപൻ. 2 5ാം ഭാവാധിപനാണ് ബുധൻ എന്ന് പറയുന്നത്. 1 6ാം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതായത് 1 5 9ാം ഭാവാധിപന്മാർ ഒന്നിച്ച് മീനരാശിയിൽ നിൽക്കുന്ന സമയമാണ് 11ാം രാശിയിൽ. അതിനൊപ്പം ആരുണ്ട്, രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ ജാതക രാഹു ഒക്കെ അനുകൂലമാണെങ്കിൽ നമുക്ക് അതുപോലെ നല്ല റിസൾട്ട് കിട്ടും. ഇനി രാഹു നമ്മുടെ ജാതകം അത്ര നല്ല അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്ര ബെനിഫിറ്റ് ഒന്നും കിട്ടുമെന്ന് വരില്ല. പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു 11ാം രാശിയിൽ ലാഭസ്ഥാനാണ് അല്ലെ. നമുക്ക് ഏതെങ്കിലൊക്കെ വിധത്തിൽ നമുക്ക് ലാഭം ഉണ്ടാക്കി തന്നിട്ടേ ഈ ഗ്രഹങ്ങളൊക്കെ ഒന്ന് പിരിഞ്ഞു മാറുള്ളൂ. ഓക്കെ, ഏതെങ്കിലൊക്കെ തരത്തിൽ ഈ ഒരു മാസത്തിൽ ലാഭം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പലതരത്തിലുള്ള നോക്കാം, പലതരത്തിൽ നോക്കി ചിന്തിച്ചാലും ഏതെങ്കിലൊക്കെ വിധേയന നമുക്ക് എന്താണ് ഒരു ലാഭം കിട്ടാനുള്ള വളരെയധികം പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് തൊഴിലൊക്കെ തേടുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ, തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ നിരവധി അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നേരത്തെ നമ്മൾ പല സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നമുക്ക് എന്താണ് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കയറിക്കോട്ടോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു വരുന്ന ഒരു അവസ്ഥ, ഒരു അവസരങ്ങൾ ഇങ്ങനെ മുമ്പിൽ എന്താണ് ഇഷ്ടം പോലെ നിരത്തി വെച്ചേക്കുന്ന പോലത്തെ നമ്മളൊന്ന് തിരഞ്ഞെടുക്കുക, നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് മാത്രം. സോ അവസരങ്ങൾ തേടുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങുന്നത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കറക്റ്റ് ആയ ടൈമാണ്. സോ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ടൈം തന്നെ. ഇനി ജോലി ഒന്ന് മാറണം, വേറെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ്. സ്ഥലം മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ്. പ്രൊമോഷൻ ലഭിക്കാനുള്ള യോഗം നമുക്ക് പറയാൻ സമയമാണ്.
പൊതുവെ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമാക്കിയും പ്രൊഫഷണൽ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈം തന്നെയാണ് ഒരു മാസം എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും പുരോഗതിയൊക്കെ കൃത്യമായിട്ട് കിട്ടും. സോ ഈ ടൈമിൽ നിങ്ങൾക്ക് പുരോഗതി വരുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജാതകം പരിശോധിക്കാം. 2 എന്ന് പറയുന്ന നമ്മുടെ ബിസിനസിന്റെ ഒന്ന് അനലൈസ്, ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ കണ്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ടൈം വന്നിട്ട് നമുക്ക് ആ ബിസിനസിന്റെ ആ പുരോഗതി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയേ സാധിക്കുള്ളൂ അല്ലെ. സോ അതിന്റെ കാരണം എന്താണ് വ്യക്തമായിട്ട് കണ്ടെടുത്ത്, കാരണം നല്ല നല്ല സമയം വരുമ്പോൾ നമ്മളത് യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. നല്ല സമയം വന്നോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് ആരും കൊണ്ടുവന്ന് നമുക്ക് പൈസയോ ധനമോ അല്ലെങ്കിൽ നല്ല ഒന്നും ഇതൊക്കെ കൊണ്ടു തരില്ല. നമ്മളെ എന്താണ് അന്വേഷിക്കണം, നമ്മൾ തേടണം, നമ്മൾ കഷ്ടപ്പെടണം. നമ്മുടെ വർക്കിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. നമ്മൾ പണിയുന്ന പണിക്കനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യണേ കൂലി കിട്ടുക എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് അന്വേഷിക്കുക. നമ്മൾ തൊഴിലൊക്കെ കൃത്യമായിട്ട് മാറണം ആഗ്രഹിക്കുക, അതനുസരിച്ച് അന്വേഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ മാറുക. അപ്പൊ നല്ലതാണ് എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു കമ്പനി ചെന്ന് ചേരാതെ അത് അന്വേഷിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക. കാരണം എന്തൊരു നല്ലതാണ്, നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അല്ലെ, വിവേകശക്തി ഈശ്വരൻ തന്നിട്ടുണ്ട്. അതെന്തിനാ, ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വിവേകത്തോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഞാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്കോട് ചിന്തിച്ച് മാത്രമേ അത് ആ ഒരു അനലൈസ് നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഫാമിലി ലൈഫ്, കുടുംബ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു വരണയായാലും ഒരു വധുവിനെയായാലും നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണിത് എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ നല്ല സമയമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാധ്യതയാണ്. കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ പ്രണയത്തിലൊക്കെ ആയിരുന്ന ആളുകൾ, പ്രണയമായിട്ട് നടക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ട്, വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാൻ, അത് പ്രണയത്തിൽ ആദ്യം ചെറിയ തടസ്സം വന്നപ്പോൾ പിന്നീട് എന്താണ് നമ്മുടെ കൺവീനിയൻസ് മൂലം അത് അനുകൂലമായിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതൽ സമയം തന്നെയാണ്. അതുപോലെ തന്നെ വീട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാം, വാഹനം മാറ്റിയെടുക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. വാഹനത്തിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നവർക്ക് അത് പണിയാം. വീട് പണിയെന്ന് ആഗ്രഹിക്കുന്ന വീട് പണിയാനുള്ള യോഗമുണ്ട്. ഇനി അതിൽ വീട് വാങ്ങണമെങ്കിൽ വീട് വാങ്ങാനുള്ള യോഗമുണ്ട്, സ്ഥലം വാങ്ങാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് സന്തോഷിക്കാവുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം എന്ന് പറയാം. ഓക്കെ, അതനുസരിച്ച് ഓരോ കാലങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളും നമുക്ക് വരും, എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷിക്കാവുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവുന്ന ടൈമാണ് ഏപ്രിൽ മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു നല്ല സമയമായിട്ട് പറയാവുന്ന ടൈം തന്നെ ടൈം എന്ന് പറഞ്ഞാൽ വിദേശ പഠനത്തിനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അനുകൂലമാണ്. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി, കാരണം പഠിക്കണമെന്ന് പല വിദ്യാർത്ഥികൾക്കുണ്ടാകും, പക്ഷെ പഠിക്കാൻ പറ്റാത്ത ഒരു മൂഡ് ഓഫ്, ഒരു ഡൾനെസ്, ഒരു ക്ഷീണം, ലേസിനെസ്, ഇതൊക്കെ എന്താണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പരിവരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു മന്ത് തന്നെയാണ് ഈ മന്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു മന്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, നല്ല മാസമാണ്, നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, യൂസ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായ പരീക്ഷയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ഹൈ ആണ്. ഓക്കെ, നിങ്ങളുടെ വർക്ക് അനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടുക. വർക്ക് അനുസരിച്ച് എല്ലാവർക്കും വർക്ക് ചെയ്താലേ റിസൾട്ട് അല്ല. നമ്മൾ ചിലരുണ്ട് നന്നായി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാവും, പക്ഷെ നമുക്ക് പരീക്ഷ റിസൾട്ട് വരുമ്പോൾ വലിയ റിസൾട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷ പോലത്തെ ഒരു മാർക്കോ അല്ലെങ്കിൽ വിജയമോ ഉണ്ടായെന്ന് വരില്ല. കാരണം എന്താ, അവരുടെ ടൈം ആ ഭാഗ്യം കൂടി പ്രദാനം ചെയ്യണം. സോ ഈ ടൈമിൽ നിന്ന് ഭാഗ്യത്തെ പ്രദാനം ചെയ്യും. സോ നിങ്ങൾ വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ചിലർ പറയും താൻ ഭാഗം ദൈവം ഭാഗത്തിനല്ല, അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ബാക്കി പകുതി വെച്ച് ഞങ്ങൾ ജയിക്കുമല്ലോ, ആ രീതി ഉണ്ട്. ആ രീതിയില്ല. ആദ്യമേ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യാം, അതിനുശേഷമേ ഈശ്വരൻ എന്ത് ചെയ്യുള്ളൂ, ഈശ്വരൻ ചെയ്യാനുള്ള ആ ബാക്കിയുള്ള 50% ചെയ്യുള്ളൂ. സോ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ നോക്കിയേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്നും പഠിക്കാതെ പരീക്ഷയിൽ പോയി നമുക്ക് ഏതിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റേ MCQ എങ്കിൽ പിന്നെയും കറക്കി കുത്തി എന്തെങ്കിലുമൊക്കെ ഏതാണ്, എന്നാലും പോലും MCQ എന്തെങ്കിലും അറിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബോധം വരുള്ളൂ. സോ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഒന്നും അറിയില്ല, ബുക്കിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യം അറിയത്തില്ല, നമുക്ക് തോന്നിയ കഥകളൊക്കെ എഴുതി വെച്ചിട്ട് പോകാൻ എന്താ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ അറിവ് നമുക്ക് ആ ഈശ്വരൻ അവിടെ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കുകയും നമ്മൾ പഠിച്ച തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണ് നമ്മൾ സഹായിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം, റിവിഷൻ ഉണ്ടെങ്കിൽ റിവിഷൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം,
നിങ്ങൾ പോയി പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക്, നല്ല റിസൾട്ട് കിട്ടും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് മുതിർന്നവരുടെ കാര്യം. പ്രായത്തിൽ ഇച്ചിരി മുതിർന്ന ഒരു 55-65 വയസ്സൊക്കെ മുകളിലൊക്കെ ഉള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്താനുള്ള യോഗം കാണുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗവും നമുക്ക് പറയാവുന്നതാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടവരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അല്ലെങ്കിൽ സന്തോഷങ്ങൾ ലഭിക്കുന്ന മാസമായിട്ട് നമുക്ക് കരുതാവുന്ന മാസമാണ് ഇടവരാശിയിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും സ്നേഹം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കുകയും അതുപോലെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നുവെച്ചാൽ ഇടവരാശി ജനിച്ച സ്ത്രീകളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നല്ല വാക്കുകള്, നല്ലൊരു നോട്ടം ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ അതൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ള മാസം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ കഠിന അധ്വാനം എന്താണെന്ന് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈം തന്നെയാണ്, ടൈം പീരീഡ് തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ ജീവിത പങ്കാളിക്ക് അതിനോട് എന്തില്ലാത്തൊരു സ്നേഹം കൂടുന്നതായിട്ടും സ്നേഹം വർദ്ധിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്ഷൽ ലൈഫും കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയാൽ പൊതുവെ ഇടവരാശി ജനിച്ച ആളുടെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രോഗമുണ്ട്, ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ കിട്ടുക, അല്ലെങ്കിൽ നല്ല വൈദ്യനെ കാണാൻ സാധിക്കുക, അതനുസരിച്ച് അത് കുറയ്ക്കുക എന്ന് വെച്ചാൽ രോഗത്തിന് ശമനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. എന്നിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, നിങ്ങളുടെ എന്ത് ചെയ്യുക, ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് നമ്മൾ പറയാല്ലേ, സന്തോഷങ്ങൾ ഒത്തിരി വരുമ്പോൾ നമ്മൾ ഒത്തിരി മാത്രമായിട്ട് സന്തോഷിക്കരുത്, ഒരു മീഡിയം ലെവലിൽ സന്തോഷിക്കുക. ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുക, ഒരു മീഡിയം ലെവലിൽ. അപ്പൊ എന്താണ്, ഒത്തിരി ഓവർ ആവുള്ളൂ. എന്തോ ഓവറായ പ്രശ്നം അല്ലെ. അപ്പൊ ഓവർ ആവാതെ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നുള്ള എന്ത് ചെയ്യുക, ഈശ്വരനോട് നന്ദി പറയുക. നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങളും ശരിക്കും ഈശ്വരനോട് നന്ദി പറയേണ്ടേ അല്ലേ. കാരണം നമുക്ക് ആ സൗഭാഗ്യം നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതും ഇല്ലാത്തവർ ഇത്ര പേരുണ്ട്. സോ അത് ചിന്തിച്ച് ആ ഈശ്വരനോട് ആ നന്ദി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. നമുക്ക് ശരിക്കും നമുക്ക് ആ ജീവൻ കിട്ടും. നമ്മൾ ഇന്ന് രാവിലെ തുറന്നപ്പോൾ നമുക്ക് കണ്ണു തുറന്നപ്പോൾ നമുക്ക് തുറന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും നമുക്ക് സുഖമായിട്ട് മറ്റുള്ളവരെ കാണാനൊക്കെ സാധിച്ചിട്ടില്ലേ. അപ്പൊ അതെന്താ, ഈശ്വരൻ നമുക്ക് ഈ ഒരു ദിവസം കൂടി നമുക്ക് കൃത്യമായിട്ട് എന്താ, നമുക്ക് നാളെ എന്താണെന്ന് നമുക്കറിയില്ല. സോ ഹാപ്പി ആയിട്ട് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളുണ്ടോ, അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും. സോ പ്രശ്നങ്ങൾ വരുമ്പം ദുഃഖിക്കൊന്നും വേണ്ട, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. മിഥുന രാശി അല്ലെ, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടകുന്ന രണ്ടാം നക്ഷത്രമാണ് നമുക്ക് മിഥുന രാശി എന്ന് പറയാം അല്ലെ. മിഥുന രാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഉച്ചത്തിലാണ് അല്ലെ. ഉച്ചത്തിൽ എവിടെ നിൽക്കുന്നത്, മീനൻ രാശിയാണ്. മിഥുനത്തിന് 10ാമത്തെ രാശിയിലാണ് ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്. ശുക്രനോട് മറ്റാരൊക്കെയുണ്ട്, നമുക്ക് ശനിയുണ്ട്, രാഹുവുണ്ട്, ബുധനുണ്ട് അല്ലെ, സൂര്യനുണ്ട്. ഇവർ 5 പേരെന്താണ് ഒന്നിച്ച് 10ാമത്തെ രാശിയിൽ നിൽക്കുകയാണ്, മീന രാശിയിൽ നിൽക്കുകയാണ്. മിഥുനത്തിന് 10ാമത്തെ രാശിയിൽ. ഇപ്പൊ 5 തരത്തിലുള്ള ഗ്രഹങ്ങളാണ് അല്ലെ, 5 തരത്തിലുള്ള എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 തരത്തിലുള്ള ശക്തി ഒന്നിക്കുന്ന സമയമാണ്. സോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നടക്കാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുജനെ നോക്കിക്കഴിഞ്ഞാൽ 2ലാണ് കുജൻ എന്ന് പറയുന്നത്. കുജൻ 2 നീചത്തിലാണ് അല്ലെ. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ നീചരാശിയാണ് കുജൻ. സോ 2ലാണ്, നീചത്തിലാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും എന്ന് വെച്ചാൽ മിണ്ടാതെ മൊത്തം ഈ ഒരു 31 അല്ലെങ്കിൽ 30 ദിവസം എന്ന് പറയുന്നത് എന്താണ്, മൗനവ്രതത്തിൽ പോകണം എന്നല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം സംസാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്, എന്തൊരു കാര്യം നമ്മുടെ പ്രവൃത്തിയോടെ കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്ന ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തൊഴിൽ സംബന്ധമാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിലൊക്കെ തേടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളത് പുറത്തിങ്ങനെ പല പേരോട് പറഞ്ഞു നടക്കാതെ എന്ത് ചെയ്യുക, അന്വേഷിക്കുക, അത് കിട്ടുക. കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ട്. കിട്ടി എന്നും മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നമുക്ക് വേണ്ടപ്പെട്ടവർ അറിഞ്ഞോളൂ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഈ ടൈമിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളും പുറത്ത് പറയാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു കൊടുക്കുക, പ്രവൃത്തിയാൽ അത് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലവരുണ്ട്, ഞാൻ ഇന്നത് ചെയ്യാൻ പോകണം, മറിച്ച് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സെറ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പോകാം, ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
ഈ ഒരു ടൈം എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നടത്തിയിട്ടുള്ള, പക്ഷെ ഈ ടൈം അതിന് അനുകൂലം അല്ല. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ടൈം നിങ്ങൾ തൊഴിൽ സമുദായമായിട്ടാണ് നോക്കാറുള്ളത്. ബിസിനസ് പുതിയൊരു ഐഡിയ വന്നു, പുതിയൊരു നോളജ് സെറ്റപ്പ് ഐറ്റം കിട്ടി, അപ്പൊ 100 പേരോട് പറഞ്ഞു നടക്കാതെ അത് പറയേണ്ട കുറച്ചുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ ചിലപ്പം ഒരു ബിസിനസ് കൺസെപ്റ്റിനെ കാണണമെങ്കിൽ അവരോട് പറയണം. ഓക്കെ, അങ്ങനെ പറയണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരോട് മാത്രം പറഞ്ഞ് കൂടുതലും എന്ത് ചെയ്യുക, സംസാരിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റ് ആയിരിക്കും. ബിസിനസ് കൺസൾട്ടന്റ് അടുത്ത് പോയിട്ട് മിണ്ടാതെ മൗനമായി വ്രതം എടുക്കണമെന്നല്ല പറഞ്ഞേ. ഓക്കെ, എന്ന് വെച്ചാൽ ചുമ്മാ എല്ലാവരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഓക്കെ, പറയുന്ന അത്ര ആവശ്യമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ സക്സസ് ആയി കഴിയുമ്പോൾ എല്ലാവരും എന്തായാലും നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, ആ രീതിയിൽ പോകുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആക്ഷൻ മുഖേന ഓരോ കാര്യങ്ങൾ സെറ്റ് ആക്കുക. പറഞ്ഞു നടക്കാതെ എന്ത് ചെയ്യുക, ഡു ഇറ്റ് ബൈ ആക്ഷൻ. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കുക ഓരോ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യാമെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് പോലും ഓവർ എൻജോയ്മെന്റ് ആവാതെ, ഓവർ എസ്റ്റേറ്റ് ആവാതെ നിൽക്കുന്നത് ഭയങ്കര ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട അവസ്ഥ വരുമോ, ദുഃഖം കുറഞ്ഞിരുത്തും. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സന്തോഷിക്കുന്ന കാര്യം ഒത്തിരി ഓവർ സന്തോഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു നല്ല കാര്യം കിട്ടിയെങ്കിൽ അടുത്ത കണ്ടിന്യൂസ് കിട്ടണമെങ്കിലും അത് ആരോടും പറയാതിരുന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഓവർ എക്സൈറ്റഡ് ആയി, ഓവർ എൻജോയ്മെന്റ് ആയി, ഓവർ സന്തോഷത്തിൽ നമ്മൾ ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത് നടക്കും. ചിലപ്പോൾ അത് മതി, ഓക്കെ അത് കിട്ടി, അവന് സന്തോഷമായില്ല, ഇനി വേണ്ടല്ലോ എന്നൊരു ചിന്തയിലായിരിക്കും. പക്ഷെ എന്നായിരുന്നാൽ പോലും എന്താണ്, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരി ഓവർ എക്സൈറ്റഡോ ഓവർ ഹാപ്പി ആവാനോ, നമ്മൾ ഓവറായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും പറയാതെ ഡു ഇറ്റ് ബൈ ആക്ഷൻ, നമ്മുടെ ആക്ഷൻ മുഖേന നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ, കുടുംബ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, വിവാഹ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രണയത്തിലുള്ളവരാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രണയം വിവാഹത്തേക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ എന്നിരുന്നാലും പോലെ ആരെയും ഫോഴ്സ് ചെയ്ത് വിവാഹത്തിലേക്ക് മാറ്റാതിരിക്കാനാണ് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് ചെയ്ത് നീ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറയണമെങ്കിൽ എന്താണ്, ഈ മാസത്തിൽ കെട്ടിയേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വേറെ പറ്റൂല എന്ന് പറഞ്ഞ് അത്രയും ബലം പിടിച്ചൊന്നും കെട്ടിക്കണ്ട. എന്ത് ചെയ്യാ, ഫോഴ്സ് ചെയ്യണ്ട. അവരാൾ സമ്മതമെങ്കിൽ ഓക്കെ കെട്ടിച്ചോളൂ, അല്ലാതെ ബലം പിടിച്ചൊന്നും കെട്ടിക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾ കുടുംബത്തിലായാലും സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായെങ്കിലും ഒരു ഇത് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സും എന്തു പറയുന്നു അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളെ മാക്സിമം ചതിക്കാതെ തന്നെ നോക്കാൻ ട്രൈ ചെയ്യും. സോ അത് രണ്ടും പറയുന്ന കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു മാസം നല്ലതെന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുടുംബത്തിലായ ഒരു കാര്യം ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് കുടുംബത്തിലുള്ളവരും ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട. അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്തോട്ടെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അവരെന്താണ്, ഇപ്പം അവര് കുടുംബത്തിലായാലും നോക്കിക്കഴിയുമ്പോൾ അവരൊരു സ്ഥലത്തിരിക്കാതെ എന്നാലും TV വെച്ച് ചോദിക്കാതെ ഞാൻ ആ ചാനൽ മാറ്റി വേറെ ചാനലിലേക്ക് ഇടുക, ഫോഴ്സ് ചെയ്യണ്ട. ആ ചാനൽ മാറ്റി ഇപ്പുറത്തെ ചാനലിലേക്ക് ഇടാവോ, അപേക്ഷ പോലെ നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്തവണ നമ്മൾ വലിയ കമാൻഡിങ് ഫോഴ്സ് കൊടുക്കാതെ സമാധാനമായിട്ട് ശാന്തമായിട്ട് പറയാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. അതുപോലെ ഓവറായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞു നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കുടുംബത്തിലുള്ളതാണെങ്കിലും. അതുപോലെ നമ്മൾ നോക്കിയാൽ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം പരിശ്രമിക്കണം എന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്, ഒരു ട്രൈ ചെയ്യാം. അത് 4-5 പേരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയാ ഓക്കെ, അതും പറയണ്ട. കിട്ടിയില്ലേ പറയണ്ട, കുഴപ്പമില്ല, അത് എക്സ്പീരിയൻസ് ആക്കി എടുത്തോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, പോയി എക്സാം എഴുതുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഗുഡോ ബാഡ്, റിസൾട്ട് ഒന്നെങ്കിൽ ജയിക്കല്ലേ തോക്കും, ഇത് രണ്ടിലേ സംഭവിക്കുള്ളൂ. കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മൂവ് ചെയ്യുക, തോക്കുവാണോ അത് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. എന്താണ് സ്റ്റുഡൻസിന്റെ കാര്യം പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ട്രൈ ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം. എഡ്യൂക്കേഷൻ റിലേറ്റഡ് കേട്ടോ, എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കാര്യം ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാനാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം നോക്കിയാൽ നിങ്ങളുടെ രണ്ടിൽ കുജറാണെന്ന് നോക്കാം. സോ ഭർത്താവുമായിട്ട് ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം നമ്മളൊന്ന് പറഞ്ഞ ഭർത്താവ് വേറൊന്ന് പറഞ്ഞ അങ്ങനെ പ്രശ്നത്തിന് പോലെ പ്രശ്നം ആവാതിരിക്കാൻ
ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല, സംസാരം മാക്സിമം കുറച്ച് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ആർഗ്യുമെന്റ്സ്, ഈ കാര്യങ്ങൾക്കൊന്നും ചെന്ന് ചാടാതിരിക്കണം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീനിയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ടൈം നല്ല സമയം തന്നെ, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളും ട്രൈ ചെയ്തോളൂ. വിദ്യാർത്ഥികളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം പരിശ്രമിക്കണമെന്നുണ്ട്, നിങ്ങൾ പരിശ്രമിച്ച് ഒരു ചെറിയ കട ഇട്ട് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ട്രൈ ഇട്ട് നോക്കാം. വിജയിച്ച അടിപൊളി, ഫെയിൽ ആയ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാതെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ ട്രൈ ചെയ്തോ, പ്രശ്നമൊന്നും ഇല്ല. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 പൂജ്യം നോക്കുന്ന സമയമാണ്, കർക്കിടകത്തിലാണ് അല്ലെ, നീചരാശിയാണ്. നമുക്ക് തണുപ്പ് റിലേറ്റഡ്, ഓവർ തണുപ്പ്, ചൂട്, എരിവ് മുഖേനയൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിഥുന രാശിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൈം എന്ന് പറയുന്നത് പുതിയൊരു കമ്മിറ്റ്മെന്റ്സിലേക്ക് ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ. വെച്ചാൽ പുതിയൊരു ലോണ്, പുതിയൊരു EMI അല്ലെങ്കിൽ പൈസ അടക്കാനുള്ള കാര്യങ്ങൾ, ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെന്റ്സിലും പുതിയതായിട്ട് ഒന്നിനും എടുത്ത് ചാടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പുറത്ത് പറയാതിരിക്കാൻ നല്ലത്. ഇന്നത്തെ മിഥുൻ നാളത്തെ ശത്രു ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരോടും നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ചിലരുണ്ട് എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഒന്ന് സംസാരിച്ചു തുടങ്ങി അവരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും? അവർ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ കൂടുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും, വിശ്വസിക്കും എന്നുള്ള കാര്യം. പക്ഷെ അവരുടെ ഒരു കാര്യം നിങ്ങളോട് പറയില്ല, കാരണം നിങ്ങൾ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തോന്നലുണ്ടാവും. മനസ്സിലായോ? അതുപോലെ തന്നെ അവനാണെങ്കിൽ അവലോ ആദ്യം എന്തുണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാ, അല്ലെങ്കിൽ റെഡിയാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം എന്ത് ചെയ്യാം, നിങ്ങളുടെ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. എന്തിനും മോശമായിട്ടുള്ള രഹസ്യം അത് റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യുക, ശരിയാക്കുക. നമ്മുടെ സ്വഭാവത്തിൽ ഇതിൽ മാറ്റം വരുത്തുക. ഓക്കെ, നമ്മുടെ വീക്ക്നെസ് ഉണ്ടോ, ആ വീക്ക്നെസ് ഒക്കെ ഒന്ന് മാറ്റി നല്ല സ്ട്രോങ് ആക്കി സെറ്റാക്കി നമ്മൾ ഹാബിറ്റ് സെറ്റാക്കി എടുക്കുക അല്ലേ. നിങ്ങളുടെ സീക്രട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് പറയും ഈ മാസം കേട്ടോ. അതുപോലെ മാക്സിമം സമാധാനമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നല്ല മാസമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഹാപ്പി ആയിട്ട് കിടക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഈ മാസം. കർക്കിടക രാശിയാണ്. പുണർദം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് അല്ലെ. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം നോക്കിക്കഴിഞ്ഞാൽ? ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശനിയൊക്കെ രാശി മാറി മീനത്തിലേക്കൊക്കെ വന്നു അല്ലെ. അപ്പം ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്ന ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീല്, ഒരു എനർജി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഒക്കെ കിട്ടുന്ന സമയമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക രാശിക്ക് 9ാം രാശി മീനത്തില് 5 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യാന്ന് പറയുന്നത്. ശുക്രൻ അതെ, ശനി അതെ, സൂര്യൻ അതെ, രാഹു അതെ അല്ലെ, ബുധൻ അതെ, ഇവരെല്ലാം സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിയിലാണ്, 9ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ജന്മത്തിൽ കുജനും നിൽക്കുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് കർക്കിടക രാശിക്ക് അല്ലെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് മാസങ്ങളിലായിട്ട് നമുക്ക് പലയിടത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം കുജൻ 12ലായിരുന്നു. പലയിടത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും. തൊഴിൽ സ്ഥലത്തായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയാലും നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ചിലർക്കാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകത്തിലാണ് കുജൻ നിൽക്കുക. കാരണം കർക്കിടകത്തിൽ കുജൻ നീചമാവുകയിൽ പോലും ജന്മത്തിൽ കർക്കിടകത്തില് ചന്ദ്രൻ വരുന്നത് നമുക്ക് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം 5ാം 10ാം ഭാവാധിപനാണ് ജന്മത്തിൽ വരിക എന്ന് പറയുന്നത്. സോ ഇവിടെ ചന്ദ്രൻ മൂലം നമ്മള് മാസത്തിൽ ചന്ദ്രൻ രാശിമാക്ക വരുമല്ലോ. സോ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നീചഭംഗ രാജ്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് ചെയ്ത് നമുക്ക് തരും. സോ അതൊക്കെ നമുക്കൊരു ഒരു ബെനിഫിറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞ 11 നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇവിടെ വ്യാഴം 11 നിന്നാലും ഇവിടെ ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കാം അല്ലെ. വ്യാഴത്തിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ധനു, മീനം. ശുക്രന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്? ഇടവം അല്ലെ. ഇടവും തുലാമും. സോ ഇടവത്തിൽ നിൽക്കുന്നത് ആരാണ്? വ്യാഴമാണ്. സോ മീനത്തിൽ നിൽക്കുന്ന ആരാണ്? ശുക്രനാണ്. സോ ഇവര് രണ്ടുപേരും പരസ്പരം രാശി മാറിയല്ല നിൽക്കുന്നത്. സോ അതും നമുക്കൊരു നല്ല റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. തൊഴിൽ സംബന്ധമാക്കിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ നടക്കാൻ സാധ്യതയേറിയ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ജോലി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ്. ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോ മാർഗങ്ങളൊക്കെ ലഭിക്കും.
ഇപ്പൊ നമുക്കിപ്പം ജോലി പോയി നിൽക്കുകയാണ്, നമുക്ക് ജോലിയൊന്നും ഇല്ല, ഇനി അതല്ല ജോലി നമ്മൾ അന്വേഷിക്കുന്നവരാണ്, നമുക്ക് എന്തിനൊക്കെ സൂചന നമുക്ക് കിട്ടും, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ധരിച്ച് നിന്നവരെ നമുക്കൊരു സൂചന കിട്ടും. ഇങ്ങനെ പോയാൽ മതി, അല്ലെ ഇത് ചെയ്താൽ മതി, അല്ലെ ഇത് ചെയ്താൽ നമുക്ക് എന്താണ്, നമുക്കൊരു സൂചന ലഭിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള. സോ അതിനൊക്കെ അനുകൂലമായ സമയമാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്കൊരു സഹായം, സപ്പോർട്ടൊക്കെ കിട്ടുന്ന മന്ത് തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. നമുക്ക് സഹായങ്ങള്, നല്ല തൊഴിൽ സ്ഥലത്തായാലും നമ്മള് തൊഴിൽ അന്വേഷിക്കുമ്പോൾ അത് നമുക്കൊരു ഹെൽപ്പ്, സപ്പോർട്ടൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളെ കർക്കിടക രാശിക്കാര് കുറച്ച് കറഞ്ഞേക്കണേന്റെ അളവൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ ആ കരച്ചിലൊക്കെ ഒന്ന് പയ്യെ ഡൗൺ ആയി, സ്ലോ ഡൗൺ ആയിട്ട് നമുക്ക് ആ കരച്ചിലൊക്കെ പയ്യെ തുടച്ചു നിൽക്കാവുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ നമ്മൾ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് പയ്യൊന്ന് സെറ്റ് ആവുന്ന ടൈം. കാരണം ശനി എന്ന് പറയുന്ന 7, 8 വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിനൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും. പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുണ്ടാവും. ജീവിത പങ്കാളി, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കുറച്ച് എന്താണ് പ്രശ്നങ്ങൾ കൂടുതലും, എന്താണ് ചിലർക്കൊക്കെ ചതിയൊക്കെ പറ്റിയിട്ടുണ്ടാവാം. ജീവിത പങ്കാളിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചതി, വഞ്ചനകളൊക്കെ നേരിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിനൊക്കെ ഒരു മൂല്യം കൽപ്പിക്കാത്ത അവസ്ഥ, ഒരു മൂല്യം കൽപ്പിക്കാത്ത ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അഭിമുഖീകരിച്ചായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണം. സോ അതൊക്കെ എന്ത് ചെയ്യാം, പയ്യെ സോൾവ് ആയിട്ട് നമുക്കൊന്ന് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിച്ചം, അല്ലെ നമ്മുടെ ബുദ്ധിക്ക് ഒരു വെളിവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ ആ ബുദ്ധിക്ക് ഇച്ചിരി വെളിച്ചം, അല്ലെങ്കിൽ ബുദ്ധിക്ക് നല്ലൊരു വെളിവ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പകുതി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മറ്റു നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ബുദ്ധി ഒന്ന് തെളിഞ്ഞു കിട്ടുന്നുണ്ട്, നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ചതിക്കാനാണോ, നമ്മളെ പറ്റിക്കാനാണോ, നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ മനസ്സിനെ അല്ലെങ്കിൽ ആ ബുദ്ധിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ആദ്യത്തെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ, ഈ കല്യാണത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ആ ജീവിത പങ്കാളികൾ തമ്മിൽ എന്താണ്, ചില അഭിപ്രായ വ്യത്യാസങ്ങളാവാം, ചില ജീവിത പ്രശ്നങ്ങളാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ നിമിത്തം എന്താണ് ഒരു പ്രശ്നത്തിൽ നിൽക്കുമായിരിക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ ഏപ്രിൽ മാസം തൊട്ട് നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ ആ പ്രശ്നം സോൾവ് ആവും. ഓക്കെ, സോൾവ് ആയിട്ട് രണ്ടുപേരും ഒന്നിച്ചൊക്കെ പോകും. ഇനി അതല്ലെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനമായി കിട്ടുന്ന സമയമായിരിക്കും ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഏപ്രിൽ മാസത്തിന്റെ നമുക്ക് തുടക്കമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാം. കാരണം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞൊക്കെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി വരും. കാരണം എന്താണ്, ഇവിടെ ശനി നോക്കി കഴിഞ്ഞാൽ നമുക്ക് 7-നും 8-ൽ മാറി, അല്ലെ? കർക്കിടക രാശിക്ക് ഇപ്പൊ 9-ലാണ് ശനി നോക്കുക. ശനിയുടെ വ്യക്തമായിട്ടുള്ള വീഡിയോ എന്താണ് നമ്മൾ ഇതിനു മുമ്പ് ചാനൽ ഇട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു കേട്ടോ. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ സമയം തന്നെ, വിവാഹം കഴിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ ആലോചിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ജനിച്ച അല്ലെങ്കിൽ കർക്കിടക രാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിച്ച് നിന്നുണ്ടാവും. പലയിടത്ത് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, പല കുടുംബത്തിൽ മോശമായ പല ദുരനുഭവങ്ങളും നിങ്ങൾ നേരിട്ടുണ്ടാവും. സോ അതൊക്കെ ഒന്ന് സോൾവ് ആവാനും അല്ലെങ്കിൽ അതൊക്കെ മറികടക്കാനുള്ള ധൈര്യം, ഒരാത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില പരീക്ഷയിലൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനവരൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കഷ്ടപ്പാടുകൾക്കൊക്കെ നമുക്കൊരു സ്മൂത്ത് റിസൾട്ടിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഫോക്കസ് ഒക്കെ കുറച്ചുകൂടി ഇരട്ടിക്കുന്ന സമയമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവായിട്ടുള്ള ഫീല്, ഒരു ഗുഡ് വൈബ്രേഷൻ ഒക്കെ നമ്മളിലേക്ക് ഇട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ, നമുക്ക് പഠിക്കാനുള്ള ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു സമയം തന്നെയാണ്, മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യകാര്യം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അതുപോലെ സീനിയേഴ്സിന്റെ കാര്യം, മുതിർന്നവരെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടുണ്ടായെങ്കിൽ പോലും ആ സഹിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ സോൾവ് ആവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു വരുന്ന മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ പൂർണ്ണമായിട്ട് ഹാപ്പി ആണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് സീനിയേഴ്സിന്. എന്നിരുന്നാലും ആ കഷ്ടപ്പാടുകളൊക്കെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം കേട്ടോ. പൊതുവേ നമ്മൾ കർക്കിടക രാശിക്ക് ഈ ഏപ്രിൽ മാസം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാസമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. കാരണം ഇങ്ങനെ പ്രശ്നത്തിൽ നിന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം
ഹാപ്പി ആവുമല്ലോ. സോ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും അനുഭവിച്ച് നമുക്ക് ശനി 7-ലും 8-ലൊക്കെ വന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമ്മൾ അനുഭവിച്ചത്. സോ ഇനി ഈ ഒരു ടൈം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ. ചിങ്ങരാശി, മകം പൂരം ഉത്രം കാടുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ചിങ്ങരാശിക്കാർ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും ഈ മാസം, ഏപ്രിൽ മാസം എങ്ങനെ ഉണ്ടാവും. ഇപ്പം മൊത്തത്തിലുള്ള ട്രാൻസിറ്റ് ഒക്കെ കണ്ടു, എന്താണ് ശനി മാറ്റം കണ്ടു, വ്യാഴമാറ്റം കണ്ടു. അപ്പം ഇനിയിപ്പം എന്താണ് രാഹുവിന്റെ മാറ്റം ഇടാനുള്ളൂ, അത് അടുത്ത ദിവസം തന്നെ ഇടും. ഓക്കെ, ആ ഈ ഒരു മാസം ഏപ്രിൽ മാസം എങ്ങനെ ഉണ്ടാവും? ഇതെന്ന് പറയുന്ന ഒരു മാസത്തെ ആണല്ലോ, അപ്പൊ പെട്ടെന്നുള്ള റിസൾട്ട് ഏപ്രിൽ മന്തിലുള്ളതാണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാശിനാഥൻ എന്ന് പറയുന്ന ആരാണ്? സൂര്യനാണ്. ആ സൂര്യൻ ഏപ്രിൽ 16-ന് തന്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് രാശി മാറുന്നുണ്ട്. സോ അതുവരെ എവിടെയാണ്? മീനൻ രാശിയിലാണ്. ചിങ്ങരാശിക്ക് 8-ാം രാശിയിലാണ് എന്താണ് മിക്ക ഗ്രഹങ്ങളും നിൽക്കുക എന്ന് പറയുന്നത്. സൂര്യനായാലും രാഹു, ശനി, ബുധൻ, ശുക്രൻ ഈ 5 ഗ്രഹങ്ങളും 8-ാമത്തെ രാശികളാണ് നിൽക്കുന്നത്. 2-ൽ കേതു നിൽക്കുന്ന സമയമാണ്, 12-ൽ കുജന് നിൽക്കുന്ന സമയമാണ് ടൈം. അത് ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രത്തിലും ശുക്രൻ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ഫേവർ ആയിട്ടുള്ള ടൈം അല്ല, ഏപ്രിൽ മാസം എന്ന് പറയുക. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യങ്ങളോ അങ്ങനെ നടക്കുന്നതല്ല. എന്നിരുന്നാൽ ഒരു തരത്തിൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പരീക്ഷണ കാലമാണ്. ഓക്കെ, പരീക്ഷണ കാലം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ. പരീക്ഷിക്കുന്ന ആരെയാണ്? അതിന് തക്കമായ കഴിവുള്ളവരെ മാത്രമാണ് പരീക്ഷിക്കുള്ളൂ അല്ലെ. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരെ ആരായിരിക്കും? അതിന് പഠിച്ചിട്ടുള്ളവരും അതിന് കഴിവുള്ളവരും അതിന് പ്രാപ്തിയുള്ളവരാണ്. ഇപ്പം 5-ാം ക്ലാസ്സുകാരനെ കൊണ്ട് ഒരിക്കലും +2 എക്സാം എഴുതിപ്പിക്കുന്നില്ല, അല്ലെ ഡിഗ്രി എക്സാം എഴുതിപ്പിക്കുന്നില്ല. ആ തരത്തിലുള്ളവരെ കൊണ്ടാണ് ആ തരത്തിലുള്ള എക്സാം എഴുതിപ്പിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ പരീക്ഷണകാലമാണ്. നമ്മുടെ ശക്തി, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി എന്താണ്, അതിനനുസരിച്ചുള്ള പരീക്ഷണമായിരിക്കും നമ്മളിൽ നേരിടേണ്ടി വരണേ. ഇപ്പൊ ചിലർ ചിന്തിക്കുക, അയ്യോ എനിക്കൊന്ന് ഇത്രയും വലിയ പരീക്ഷ. നിങ്ങൾക്ക് അതനുസരിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി, അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങളിലുണ്ട്, അല്ലെ നിങ്ങൾക്ക് ആ മാർഗങ്ങൾ കണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതനുസരിച്ചുള്ള പരീക്ഷണം നിങ്ങളിലേക്ക് നേരിടേണ്ടി വന്നത്. സോ പരീക്ഷണകാലം ശരിക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലമാണ്. കാരണം എന്താണ്, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ് അല്ലെ. ഒരാളുടെ പരീക്ഷണം കഴിഞ്ഞാലാണ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ. ആ ഒരു കാലം നമുക്ക് ഇപ്പൊ ഇതുവരെയുള്ള എങ്ങനെയുണ്ട്, ഓക്കെ ആയോ? അത് ഓക്കെ ആയാൽ അതിന്റെ അടുത്തലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആയില്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ നിൽക്കണം അല്ലെ. ഇപ്പൊ ഡിഗ്രിയിൽ അല്ലെങ്കിൽ +2 നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ +2 പഠിച്ച് പാസ്സായി കഴിയുമ്പോഴേ നമുക്ക് അടുത്ത +2 പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഡിഗ്രിക്ക് ചേരാൻ പറ്റുള്ളൂ, അല്ലെ അടുത്ത കോഴ്സ് നമുക്ക് ചേരാൻ പറ്റുള്ളൂ. പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയും പോകും അല്ലെ. അത് കംപ്ലീറ്റ് ചെയ്യണം. സോ ആ പരീക്ഷണകാരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. ഇവിടെ നമ്മൾ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് മാറിയാലോ, ഞാൻ വേറെ തൊഴിൽ ചെയ്താലോ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങിയാലോ, ഇതെനിക്ക് പറ്റുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് സ്കൂട്ടിരിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തകളും മനസ്സിൽ നിന്ന് വരും. പക്ഷെ ഈ ടൈം മാറാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ചു നിൽക്കുക. ഓക്കെ, അവിടെ പിടിച്ച് നിന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് തന്നെയാണ് ഈ ഒരു മാസം നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മാറുന്ന ടൈം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചു ചെയ്യുമ്പോൾ ആ പറയാം, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാറാൻ നിൽക്കണ്ട, അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ കുറച്ച് അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാവാം. ഓക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരെയായിരിക്കും ഇഷ്ടപ്പെടാത്ത, അവർ നിമിത്തമായിരിക്കും നമുക്ക് മാറണം തോന്നുന്നുണ്ടാവണം, എന്തു ആവാം. പക്ഷെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ മാക്സിമം പിടിച്ചു നിന്നതിനിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന മാസവും നല്ലതാണ്. ഓക്കെ, പുതിയതായിട്ടൊരു EMI എടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തേക്കാം എന്നുള്ള ചിന്ത, പുതിയൊരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ അവന്റെ വെച്ച് ഞാൻ തന്നേക്കാം, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്ന സമയമല്ല ഈ മാസം എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫാമിലി ലൈഫ്, കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ കുടുംബത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇത്ര നാൾ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ്, ഒന്നിച്ചു വരെയാണ്, ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛനമ്മമാർ എല്ലാവരും ഒന്നിച്ച് നിങ്ങൾ പോയവരാണ്. പക്ഷെ നിങ്ങളുടെ ആ കുടുംബത്തിൽ എന്താണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങാൻ സാധ്യതയുള്ളത്. കൂടുതലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് സാധ്യത കൂടുതലാണ്
ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ടൈം പീരീഡ് ആണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ. ഓരോ വാക്കും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷ്മമായി ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, എന്ത് തന്നെ ഉണ്ടായാലും എന്ത് ചെയ്യാം, മാക്സിമം ഒരാള് കണ്ണടിച്ചാലാണ് അവിടെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പം നിങ്ങൾ ആരാണ് കാണുന്ന അവരൊന്നും കണ്ട് മനസ്സിലാക്കുക, മറ്റേ പങ്കാളിക്കും കൂടി ഇത് അയച്ചു കൊടുക്കുക. കാരണം അത് നല്ല രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ മന്ത് ഇങ്ങനെയാണ്, അപ്പൊ ഇതുകൊണ്ട് ഈ സാഹചര്യമൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ. ഓക്കെ, പിന്നെ നിങ്ങളുടെ പങ്കാളിയും കൂടി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കി എടുത്ത് കാണുമെന്ന് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ലഗ്നഫലവും കൂടി ഒന്ന് ചിന്തിക്കുന്ന വേറെ ഉത്തമമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ചിങ്ങരാശി ജനിച്ച സ്ത്രീകൾക്ക് എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്ന നിങ്ങൾ എത്ര സമാധാനത്തോടെ പേഷ്യൻ്റ് ആയിട്ട് അണങ്ങാതിരുന്നാലും നിങ്ങളുടെ ആരോഗ്യത്തിൽ, ഹെൽത്തിൽ, അല്ലെ നിങ്ങളുടെ ഇമോഷനില്, അല്ലെ നിങ്ങളുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ എന്താണ് സുഹൃത്തുക്കൾ, എവിടെയെങ്കിലൊക്കെ തരത്തിൽ നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയൊക്കെ വരും. ഒരു അനാവശ്യ സംസാരം മൂലമാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, അപ്പൊ ആ സംസാരങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രത നിൽക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. ഈ ഏപ്രിൽ മാസത്തില് നമുക്ക് ഒരു കാര്യവും അങ്ങനെ അത്ര നല്ലതല്ല ചെയ്യാൻ. എന്നിരുന്നാൽ പോലും ഏപ്രിൽ 14 ശേഷം നമ്മുടെ രാശിനാഥൻ എങ്ങോട്ട് വരികയാണ്, മേടത്തിലേക്ക് ഉച്ചക്ഷേത്രത്തിൽ വരും. സോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടൈമാണ്. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് നിറഞ്ഞൊരു ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കണോ അല്ലെങ്കിൽ വേറെ സബ്ജക്ട് പഠിക്കണോ ഡൗട്ടാണ്. ഇനി ഇപ്പൊ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകണേ, അടുത്ത ലെവൽ പഠിക്കാൻ വേണ്ടി കാര്യം എടുക്കാൻ പോകണമെങ്കിൽ ഏത് പഠിക്കേണ്ട ധാരണയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഡൗട്ട് കൂടാൻ സാധ്യത കൂടുതലാണ്, സംശയങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്, കൺഫ്യൂഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, കുറച്ച് എന്താണ് ഒരു മെസ്സി ആയിട്ട് മൊത്തത്തിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണ്ടേ. ആ ഗോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങളുടെ എൽഡേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ടൊരു പ്ലാൻ വരുത്തിയിട്ട് ശേഷം ആ ഗോളിന് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് വ്യക്തമായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുകയെങ്കിൽ എക്സാം കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് ആ എക്സാം ഷെഡ്യൂളിന് വേണ്ടി നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിൾ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് അതിന് കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക്ക് അലോക്കേറ്റ് ചെയ്താൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും അലോക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ, ആ ടോപ്പിക്ക് ഏതൊക്കെയുണ്ട്, എത്ര ചാപ്റ്റർ, എത്ര യൂണിറ്റ്, ഏതൊക്കെ ടോപ്പിക്കാണ് പ്രധാനപ്പെട്ടത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെ പ്രാർത്ഥന ടൈം എപ്പോഴാണ്, നിങ്ങളുടെ പ്രോപ്പർ ലഞ്ച് ടൈം, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, എക്സസൈസ്, ബാക്കിയുള്ള ഡ്യൂട്ടീസ്, ഇതൊക്കെ ചെയ്യാനുള്ള ടൈമുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അതിനെല്ലാം അലോക്കേറ്റ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഈ മാസം. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ആ ടൈം ടേബിൾ തെറ്റുമ്പം അതനുസരിച്ചുള്ള എന്താണ് വീഴ്ചകൾ നമുക്കുണ്ടാവും. സോ ആ ടൈം ടേബിൾ മാക്സിമം എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത് പോവാം. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനൊന്ന് ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അതൊന്ന് ഒരാൾ നമ്മുടെ മുകളിൽ കൺട്രോളും കൂടെ അല്ലെങ്കിൽ നമ്മളിത് നോക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ജാഗ്രതയോടെ ആ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കും അല്ലേ. അതുപോലെ തന്നെ അമിതമായിട്ട് ഫോൺ യൂസേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. വിദ്യാർത്ഥികളെ ഈ ടൈം കൂടുതൽ സ്റ്റഡിക്ക് തന്നെ ഫോക്കസ് കൂടുതൽ കൊടുക്കാം. റീല്, ഷോർട്സ് ഇതൊക്കെ കാണുന്നവരെ മാക്സിമം ടൈം അല്ലെങ്കിൽ റീല് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് സ്കോർ ചെയ്യാതെ ബാക്ക് അടിച്ചിട്ട് അടുത്ത റീല് കാണണമെങ്കിൽ എടുത്തിട്ട് കാണുക. കാരണം സ്കോർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ അടുത്തടുത്ത് കാണാനുള്ള ടൈം ഒരു 5 മിനിറ്റ് കാണാൻ വേണ്ടി എടുത്താൽ അരമണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴേ നമ്മൾ നിർത്തുള്ളൂ. സോ മാക്സിമം ഷോർട്സ് റീൽസ് കാണുന്ന കുറച്ചിട്ട് എന്ത് ചെയ്യുക, ലോങ് വീഡിയോ കണ്ടോളൂ. ലോങ് വീഡിയോ കണ്ട ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ മൊബൈലിൽ കാണുമ്പോൾ ആ ഒരു ടൈം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ആ ടൈം മാത്രമേ പോകുന്നു, വേറെ ടൈം പോകുന്നില്ല. ടി വിയിൽ മാക്സിമം കാണുന്ന കുറയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ പരസ്യം വരുമ്പോൾ കുറെ ടൈം പോലെ ഇതൊരു പുതിയ സിനിമ ഒന്ന് കാണണം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. ആ 2.5 മണിക്കൂർ 3 മണിക്കൂർ ടൈമല്ലേ പോകുള്ളൂ. സോ മാക്സിമം അങ്ങനെ ടൈം യൂസ് ചെയ്താൽ മാക്സിമം യൂട്ടിലൈസ് ആയിട്ട് ഈ മന്ത് കടത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടും മുതിർന്നവരെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് എല്ലാ കാര്യവും ചിന്തിച്ച് ശ്രദ്ധയോടെ ചെയ്യാൻ നോക്കുക. ആഹാര കാര്യങ്ങൾ, നിങ്ങളുടെ ഉറക്കം, അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകൾ എല്ലാം ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അത് മൊത്തത്തിൽ ആരോഗ്യ സംബന്ധം നോക്കിയാലും സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാലും ശ്രദ്ധയോടെ ജാഗ്രതയോടെ പോകുന്ന ടൈമാണ്. മൊത്തം ടേക്ക് കെയർ ആൻഡ് ശ്രദ്ധ, ജാഗ്രത, ഇതാണ് നിങ്ങൾക്ക് വേണ്ട കൂടുതൽ
വേണ്ട എന്ന് പറയുന്നത്. സോ നമ്മുടെ ജാതകത്തിൽ നമുക്ക് നല്ലതാണ്, കുഴപ്പമില്ല, നല്ല ദശയും അപകാരമൊക്കെ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വലിയ ദോഷാനുഭവങ്ങളോ ഇത്രയും കഠിനമായ ഒരു പരീക്ഷണമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്ന മറിച്ചാണെങ്കിൽ അതനുസരിച്ചും ഉണ്ടാവും കേട്ടോ. എന്നാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ടേ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ. സോ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഈശ്വര വിശ്വാസം സൽപ്രവർത്തനം സൽചിന്തയോടെ മുന്നോട്ട് പോകാം കേട്ടോ. കന്നി രാശി അല്ലെ, ഉത്രം മുക്കാൽ അത്തം ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നി രാശി എന്ന് പറയാം അല്ലെ. കന്നി രാശിക്കാർക്ക് നോക്കി കഴിയുമ്പോൾ ശനി 7ലേക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് കണ്ടക ശനിയല്ലേ, പ്രശ്നമല്ലേ, ശനിയെ കുറിച്ച് ശനിയുടെ ട്രാൻസിറ്റിനെ കുറിച്ച് മാത്രമുള്ള പ്രൊഡിക്ഷൻ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ടു നോക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടലി ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കട്ടെ. മൊത്തത്തിൽ ഒരു പ്രശ്നം തരുന്ന ഗ്രഹമൊന്നും അല്ല ശനി കന്നി രാശി കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടി എങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കന്നിക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ്, 7ാമത്തെ രാശി എന്ന് പറയുന്നത് മീനം. മീനത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക. സൂര്യൻ അതെ അല്ലെ, രാഹു അതെ, ശനി അതെ, ശുക്രൻ അതെ, ബുധൻ അതെ. ഓക്കെ, ഇവരെല്ലാവരും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മീനത്തിലാണ്. അതുപോലെ തന്നെ കേതു എന്ന് പറയുന്ന ആള് കന്നി തന്നെയാണ് നിൽക്കുക. വ്യാഴം എന്ത് ചെയ്യുന്നുണ്ട്, ഇടവത്തിൽ നിന്ന് കന്നിയിലേക്ക് ദൃഷ്ടി വരുന്നത്, അതിന്റെ 5ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ. എന്നുവെച്ചാൽ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, കന്നിയിലേക്ക് എന്ത് ചെയ്യണ്ട, ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യണ്ട, നല്ലൊരു എനർജി, നല്ലൊരു പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് ഫീൽ ചെയ്യണം അല്ലെ. പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട്. സോ നമുക്കതൊരു സെൽഫ് മോട്ടിവേഷൻ, സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും. ടൈം നമ്മുടെ മൈൻഡ് ആയാലും കുറച്ചൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത വരുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലൊക്കെ നമുക്ക് പുരോഗതിയും ഭാഗ്യങ്ങളൊക്കെ തരുന്ന ടൈം തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊരു പറഞ്ഞില്ല, പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവ് ആവും, നമുക്കൊരു എനർജി കിട്ടും, ഒരു ഫീല്, ഒരു ഗുഡ് ആവും. ഓക്കെ, ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫ്, ബിസിനസ് ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. നമുക്ക് സ്ഥലം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള സമയം. നല്ല നല്ല ബിസിനസ് അവസരങ്ങളും നമ്മളിലേക്ക് എത്തുന്ന സമയം, നമ്മളെ തേടിയെത്തുന്ന ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗം തൊഴിൽ സംബന്ധമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി നമ്മൾ നോക്കുമ്പോൾ ശനി ദൃഷ്ടി കന്നിയിലേക്കുണ്ട്. അവിടെ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ തന്നെയും ആ തടസ്സങ്ങൾക്ക് എന്താണ്, നിവൃത്തിയും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യണ്ട, അത് നിവൃത്തിയായി വരുന്നുണ്ട്. നമുക്കത് ഒരു വ്യക്തത കിട്ടും. ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ അത് ക്ലാരിറ്റി ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആ കാര്യത്തിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ തടസ്സം നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അവിടെ ശനി ആ തടസ്സം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ തടസ്സം അവിടെ സൃഷ്ടിക്കുന്നത് തന്നെ. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണ്, അനുകൂലമായിട്ടുള്ള കാര്യമാണ്. സോ അതും ടെൻഷൻ അടിക്കുകയാണെന്നും ഇല്ല. ഇനി അടുത്ത ഫാമിലി ലൈഫ്, കുടുംബ റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പരീക്ഷണ കാലമാണ്. കുടുംബം റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണറെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്, ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പ്രണയകാര്യത്തിലൊക്കെ ഉള്ളവർക്കിടയിലും എന്താണ്, ഒരു പരീക്ഷണങ്ങളും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ അതൊരു പരീക്ഷണമാക്കി തന്നെ എടുത്താൽ മതി. അതുപോലെ സന്താനത്തിന് വേണ്ടി നോക്കുന്നവർക്ക്, സന്താന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയം തന്നെയാണ്. പരിശ്രമിച്ച റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും അത് പിന്നീട് എന്താണ്, കുടുംബത്തിൽ അത് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യവും നമുക്ക് കരുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ, ഇച്ചിരി ഡിലേ ആയാലും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും കന്നി രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തിലായാലും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ചെറിയ എന്താണ് ഇതൊക്കെ വന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. അനുകൂലമായിട്ട് നിങ്ങളുടെ പാടിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒരു പ്രശ്നത്തിൽ, കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യകാര്യം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ കുടുംബമായിട്ട് നിന്ന് ഐക്യമായിട്ട് ചേർന്ന് പോകാനൊക്കെ
കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സമയമാണ്. നല്ലൊരു വ്യക്തമായ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുക, ക്ലാരിറ്റി കിട്ടുന്ന ടൈമാണ് ഞാൻ പറഞ്ഞത്. സോ ഒരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടുക, നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുക, പോസിറ്റീവായിട്ട് എനർജി കിട്ടുക, നിങ്ങൾക്കൊരു ക്ലിയർ ആൻഡ് കോൺഫിഡൻസ് ആവുന്ന ഒരു ടൈമാണ് ടൈം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ മത്സര പരീക്ഷയിലൊക്കെ എഴുതുന്നവർക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ശരീരത്തിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ട. മനസ്സിന്, ശരീരത്തിന് മാത്രമല്ല മനസ്സിന് ഓക്കെ ചില സമയത്ത് ചില ക്ഷീണങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസുകൾ വരാണ്, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ശരീരത്തിന് വേദനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്കൊരു തളർന്ന അവസ്ഥ, ഒരു ക്ഷീണം, ഡൾനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, മനസ്സിന്റെ ബലം വെക്കാൻ നമുക്കൊരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിന്റെ ബലം വെക്കും. ഓക്കെ, വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കണം. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ആരോഗ്യത്തിൽ എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക. മൊത്തം നോക്കി കന്യരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ്, നിങ്ങൾക്ക് വരുമാന റിലേറ്റഡ് നോക്കി നിങ്ങൾക്ക് അനുകൂലമായ ഭാഗ്യാവസ്ഥ തന്നെയാണ് പ്രദാനം ചെയ്യുക. നിങ്ങളുടെ ടെസ്റ്റിംഗ് പീരീഡ് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആണ് ടെസ്റ്റിംഗ് ആയിട്ട് വരിക. പക്ഷെ ആ ടെസ്റ്റിംഗ് പീരീഡ് നമുക്ക് നല്ല തന്നെയാണ്. നമ്മുടെ പാർട്ട്നേഴ്സിനെയും ഒക്കെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ നമ്മളെ ബെറ്റർ ക്ലാരിറ്റി വരുത്താൻ നമുക്ക് നല്ലതാണ്. ഓക്കെ, ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്ന മന്ത് തന്നെയാണ് ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട. തുലാരാശി ചിത്തിരരെ ചോതി വിശാഖം മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുന്നത് അല്ലെ. തുലാരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മീനരാശിയിൽ 6ാമത്തെ രാശിയിലാണ് നിഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ശനി മീനത്തിലാണ്, ശുക്രൻ മീനത്തിലാണ്, രാഹു മീനത്തിലാണ്, ബുധൻ മീനത്തിലാണ് അല്ലെ, സൂര്യൻ മീനത്തിലാണ്. 5 ഗ്രഹങ്ങൾ എന്താണ് മീനരാശിയിൽ 6ാം രാശിയിലാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ കുജനെ നോക്കിക്കഴിഞ്ഞാൽ 10ലാണ് സ്ഥിതി ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 8ലാണ് സ്ഥിതി ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നോക്കിയ ഈ മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിയൊരു സമ്മിശ്ര ഫലമായിട്ട് പറയാം. സമ്മിശ്ര മാസമാണ് നിങ്ങൾക്ക് തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ള ഈ ഒരു മാസം എന്ന് പറയാം. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് നോക്കി നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പുതിയതായിട്ടൊരു കാര്യത്തിൽ ഇറങ്ങാൻ നിൽക്കണ്ട, പുതിയതായിട്ടൊരു കാര്യം ചെയ്യേണ്ട. എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുക. അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കുമ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ വരുത്തുന്നത് ഇച്ചിരി നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്തൊരു കാര്യം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിലേ, ഒരു മൂഡ് ഓഫ്, അതുപോലെ പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് മെമ്മറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ വരാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് റിസൾട്ട് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നതും ഉത്തമമായിരിക്കും. ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സ്ത്രീകളും ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ടേക്ക് കെയർ നിങ്ങളുടെ ആരോഗ്യത്തിന് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം. പുതിയതായിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം എടുക്കുക എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം, ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ടൈം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ പുതിയതായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി, നിങ്ങളിപ്പോൾ എന്താണ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ, നിങ്ങൾ പുതിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി എന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ അത്രമാത്രം ഇട്ടും കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾക്ക് അതൊന്ന് സക്സസ് ആയി കൊണ്ടുവരണമെങ്കിൽ. സോ ഈ ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ, കുഴപ്പമില്ലാതെ ഈ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും. ഇനി അതെല്ലാം നേരെ മറിച്ച് നിങ്ങൾ ഒരു ഇതായിട്ട് ഫോഴ്സ്ഫുള്ളി ഇറങ്ങുവാണ്, ഒരു കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഈ മാസത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാറ്റത്തിനൊന്നും, അങ്ങനെ വലിയ കാര്യത്തിൽ മാറ്റത്തിനൊന്നും പോവാതിരിക്കാൻ നല്ലത്. അതുപോലെ തുലാരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ മന്തില് പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. കുടുംബത്തിൽ അനാവശ്യമായിട്ട് സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിട്ടേക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ട് വന്നേക്കാം. പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നമ്മൾ വിട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും.
ചിലപ്പോൾ നമ്മുടെ മേലധികാരിയായിട്ട് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, എന്തും വന്നേക്കാം. പക്ഷെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് അടുത്ത് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ തന്നെ വിടുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാം, ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വരനോട് പറഞ്ഞ് നമ്മുടെ ഇഷ്ടമുഹൂർത്തം എന്താണോ അതിനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാനോ ഒരു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോവാണെങ്കിൽ എന്ത് കാര്യത്തിലായാലും നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക, രാവിലെയും വൈകിട്ടൊക്കെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നടത്തുക. ഓക്കെ, പറ്റുമ്പോഴൊക്കെ ഈശ്വരനാമങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നിത്യേന പാരായണം ചെയ്തുകൊണ്ടാണ് ഈ മാസത്തില് നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒരു കഷ്ടപ്പാടായിട്ട് ചെയ്യാൻ പോയി നിന്ന് ഇതൊന്നും റിസൾട്ട് കിട്ടൂല. നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഈശ്വരനെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരന് നമ്മൾ ചെയ്യുന്ന വഴിപാടുകളോ ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ തൃപ്തിയോടെ നമ്മൾ ഈശ്വരനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇരട്ടിയായിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വഴിപാട് ചെയ്യുക. ഇനിയിപ്പൊ എന്താണ്, ഒരു കുപ്പി എണ്ണയാണ് മേടിച്ചു വെക്കാൻ പറ്റുന്നത്, ഒരു കുപ്പി എണ്ണ മേടിച്ചു വെക്കുക. കർപ്പൂരം സാമ്പാനും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് കർപ്പൂരം സാമ്പാനും സമർപ്പിക്കുക. ഭഗവാന് എന്ത് കാര്യം കൊടുത്താലും എന്ത് കാര്യം ചെയ്താലും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ വേണം സമർപ്പിക്കാൻ. അയ്യോ ഞാൻ ഇത്ര കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഇത്ര ചെയ്തല്ലോ, അല്ലെ ഇത്രയും തരാം, ആ ഒരു രീതിയിലല്ല. നമ്മൾ എന്താണ്, ഈശ്വരനെ ഒരു ഫ്രണ്ടായിട്ട് സുഹൃത്തായിട്ട് കണ്ട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ കൂട്ടുകാർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കും. നമ്മൾ എന്തെങ്കിലും അതിന് പിന്നീട് ഒരു ഇത് ചിന്തിച്ചാണോ, അല്ല, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പക്ഷെ യഥാർത്ഥ സുഹൃത്തുക്കളോട്, ഓക്കെ, അല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനോട്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സുഹൃത്തിനോട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും നോക്കിയാണോ, അല്ല, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എന്തെങ്കിലും എന്താണ് ആഗ്രഹിച്ചാണോ നമ്മളെ വളർത്തുന്നല്ല, അല്ലെ? അതുപോലെ ഈശ്വരന് നമ്മൾ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം നടക്കാൻ വേണ്ടിയായിട്ട് ചെയ്യല. ചിലരുണ്ട് ഇപ്പൊ പരീക്ഷ വരണ സമയത്താകുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് പരീക്ഷ ജയിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഡെയിലി ഈശ്വരനെ പ്രാർത്ഥിക്കണം. അവിടെ എക്സ്ട്രാ ഇതുണ്ട്. അപ്പൊ ഡെയിലി നമുക്ക് ഓരോ കാര്യങ്ങൾ ഈശ്വരനോട് സംസാരിക്കാൻ സാധിക്കും, ഈശ്വരനെ നേരിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട്, അല്ലെ? മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്ത് അതിനെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിലരുണ്ട് എന്താണ്, ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ നടക്കുന്ന ആൾക്കാരുണ്ടോ, റെസ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, എന്നാൽ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മളൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്ക്, ആ രീതി അത് നമ്മൾ കൃത്യമായിട്ട് ഉള്ളിൽ കാണിക്കുക. ഗുരുക്കന്മാരോട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ എന്ന് വെച്ചാൽ ഗുരുക്കന്മാരെ എപ്പോഴും ഗുരുക്കന്മാരുടെ ഉള്ളിൽ ഒരു കണ്ണീര് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം അത്ര പ്രധാനമായിട്ടാണ്. ഇപ്പൊ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് ശാപം കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇതൊക്കെ ആയിട്ടുണ്ട്, എന്തിനാ, ഗുരുവിൽ നിന്ന് ശാപം കിട്ടിയ മഹാദേവന് പോലും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. സോ ഗുരു എന്ന് പറഞ്ഞാൽ അത്ര കാരണം എന്താണ്, ഗുരുവാണ് നമുക്ക് നമ്മുടെ ഈശ്വരനെ കാണിച്ചു തരുന്നത്, അല്ലെ? മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. സോ ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം വരുന്നത്. സോ ആ ദൈവത്തിനെ കാണിച്ചു തരുന്ന ആരാണ്, ഗുരുവാണ്, അല്ലെ? ഇത്രയും പ്രധാനപ്പെട്ട ആളാണ്. സോ എന്തെയ്യാ, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ മാതാവിനെ കുപ്പെടുത്താതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. തുലാരാശിക്കാരൻ, ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രൊഡക്ഷൻ കുറച്ചുള്ളൂ. ഇന്നിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പകുതി തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് ഒരു കോമൺ ആയിട്ട് ലാസ്റ്റത്തിൽ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് എന്താണ് നിങ്ങളുടെ രാശി പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ വരുന്നതാണ് പറയാൻ വേണ്ടി. സോ അങ്ങനെ വന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ ആ കാര്യങ്ങളൊക്കെ. സോ സന്തോഷമായിട്ട് ഓരോ കാര്യം ചെയ്യുക, ഓരോ കാര്യം ചെയ്യുമ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയുക. വൃശ്ചിക രാശി, വിശാഖംകാരെ അനിരം തൃക്കേട്ടടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുക, അല്ലെ? വൃശ്ചിക രാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നമ്മുടെ ഗ്രഹനില പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 5 ശനി നോക്കുന്ന സമയമാണ്, അല്ലെ? വൃശ്ചികത്തിന് 5 എന്ന് വെച്ചാൽ മീനൻ രാശിയില് ശനിയും ശുക്രനൊക്കെ ഒന്നിച്ച് സമയമാണ്. ശനിയെ, ശുക്രന്, അതുപോലെ തന്നെ സൂര്യന്, രാഹുവ്, ബുധന്, ഇവരെല്ലാം എന്താണ് 5 നിൽക്കുന്ന സമയമാണ്, അല്ലെ?
അതുപോലെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്താണ് വൃശ്ചികത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുജൻ എന്ന് പറയുന്ന 8-ൽ നിന്ന് 9-ലേക്ക് മാറി വന്ന സമയമാണ്. ഇപ്പൊ കുജൻ 8-ൽ നിന്ന സമയത്ത് നമുക്ക് അനാവശ്യമായ കൺഫ്യൂഷൻസ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പം കുജൻ എന്താണ് 9-ലാണ് നിൽക്കുക എന്ന് പറയുന്നത് നീചത്തില കർക്കിടക രാശിയുടെ. അതുപോലെ തന്നെ നമുക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ത് വേണമുണ്ട് വൃശ്ചിക രാശിയിലേക്ക് നമുക്ക് വരുന്നത്. സോ സാമ്പത്തികമായ പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ കുജൻ എന്ന് പറയുന്നത് 9 നിൽക്കുന്ന സമയമാണ് അല്ലെ. നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 5-ലാണ് എന്താ ഉച്ചസ്ഥനായ ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്. സോ നമുക്ക് വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 5-ൽ ശനി നിൽക്കുന്നുണ്ട് അല്ലെ. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന സമയം തന്നെയാണ്. അതിനൊക്കെ കറക്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ 5 ഗ്രഹങ്ങൾ ഒന്നിച്ച് നോക്കുക എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്പാൻഷൻസ് പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനൊക്കെ അനുകൂലമായിട്ടുള്ള ടൈമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പൊതുവെ. ഓക്കെ, അപ്പൊ പൊതുവെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൊഴിലിന് അനുകൂലമായ സമയമാണ്. പദവി അധികാരമൊക്കെ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്ന വൃശ്ചിക രാശിക്ക്. അതുപോലെ നമ്മുടെ കഴിവിന് അംഗീകാരം ലഭിക്കുക എന്ന മാസമായിരിക്കും ഏപ്രിൽ മാസം എന്ന് വെച്ചാൽ നമുക്ക് കഴിവുള്ളവരാണ് വൃശ്ചിക രാശിക്കാരെന്ന് പറഞ്ഞാൽ. പക്ഷെ ആ കഴിവിന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ചിലതൊക്കെ മറ്റുള്ളവർ കണ്ടില്ലാണ്ട് വെക്കും, ചിലപ്പോൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ അതിനൊരു അംഗീകാരം ലഭിക്കുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയാം. അതുപോലെ ഈ മാസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഗിത്താർ വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് അത് ആ കഴിവൊന്ന് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ നല്ല സ്കേറ്ററാണ്, സ്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഈ മാസത്തിൽ ഒന്ന് യൂസ് ചെയ്യാൻ കഴിയുമോ, എൻ്റെ ഈ ഒരു ടാലന്റ് എനിക്ക് ഈ ഒരു മന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന ടൈം തന്നെയാണ്. ഏപ്രിൽ 14-ന് എന്താണ് മേടരാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തൊഴിൽ സംബന്ധമായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്ന ആരാണ്? സൂര്യനാണ് അല്ലെ. എനിക്ക് വൃശ്ചികത്തിന്റെ 10 എന്ന് പറയുമ്പോൾ ചിങ്ങരാശിയാണ് അല്ലെ. ചിങ്ങരാശിയുടെ അധിപൻ ആരാണ്? സൂര്യനാണ്. സോ നമ്മുടെ എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് കാര്യങ്ങൾ മേജറായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ആരാണ്? സൂര്യനാണ്. സോ ആ സൂര്യനാണ് നമുക്ക് എവിടെ വരുന്നത്? മേടരാശി ഉച്ചക്ഷേത്രത്തിൽ വരുന്നത്. സോ തൊഴിൽ സംബന്ധമായിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഫാമിലി റിലേറ്റഡ് കുടുംബ റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് ടൈം. പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാൻ നോക്കുന്നവർക്ക് അത് അനുകൂലമായ സമയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും രാഹുവും ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി എങ്ങോട്ടുണ്ട്? വൃശ്ചികത്തിൽ. സോ വൃശ്ചിക രാശിക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു കോമ്പിനേഷൻ ശുക്രൻ രാഹുവിന്റെ കൂടെയും വ്യാഴത്തിന്റെ ദൃഷ്ടി എന്താണ് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവതരിപ്പിച്ച് അത് അനുകൂലമാക്കി നമുക്ക് എന്താണ് വിവാഹ കാര്യങ്ങളിലൊക്കെ എത്തിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യവും വൃശ്ചിക രാശിക്ക് ഈ ഒരു മാസം നമുക്ക് കരുതാവുന്നതാണ്. അതുപോലെ കുടുംബജീവിതം നോക്കിയാലും നമുക്ക് നന്നായി കൊണ്ടുപോകാനോ പറ്റുന്ന സമയമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് അവിടെ ചന്ദ്രൻ അത്ര ബലമുള്ളതല്ല അല്ലെ. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളവരാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ മുമ്പ് ഒരാൾ കരഞ്ഞു കാണിച്ച് ഇവർ പെട്ടെന്ന് ഡൗൺ ആയി പോവുക, നല്ല കാര്യങ്ങൾ വെച്ചാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരിക, കരച്ചിലൊക്കെ വരിക, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. ഓക്കെ, ഇങ്ങനെ ലഗ്നം മാറുമ്പോഴും മറ്റു ഗ്രഹങ്ങളുടെ രീതി അനുസരിച്ച് ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ വൃശ്ചിക രാശി ജനിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ അതായത് വൃശ്ചാകാല അനിഴം തൃക്കേട്ട എന്ന് വെച്ചാൽ വിശാഖത്തിന്റെ അവസാന പാദവും അനിലവും തൃക്കേട്ട ഈ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ് ഇമോഷണൽ ഡൗൺ ആയിരിക്കും. ഇവർ പെട്ടെന്ന് മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഇൻവോൾവ് ആവുക, മറ്റൊരാളുടെ കല്യാണം കാണുമ്പോൾ ഇവർക്കും അറിയാതെ ഒരു കണ്ണിൽ നിന്ന് കരച്ചിൽ വരിക, അതൊക്കെ ഇവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്താണ് അത്ര ഡീപ്പായിട്ട് ഇവർക്കും ഇമോഷണൽ ആവും. ഈ പ്രിയപ്പെട്ടവരല്ല ഇവർക്ക് പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാൾക്ക് അറിയുന്ന കാണുമ്പോൾ ഇവർക്കും ആ ഒരു സങ്കടം ഒരു വിഷമം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ ആ ഒരു ഇമോഷൻ ശരിക്കും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ആ ഇമോഷൻ വരും, ആ ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്ന് മെഡിറ്റേറ്റ് അത്രയും നല്ലതല്ല. മറ്റൊരാൾക്ക് സങ്കടം വരുമ്പോൾ എന്താണ് നമ്മളും പെട്ടെന്ന് ആ സങ്കടം ദുഃഖപ്പെടണം, അവരെ സമാധാനപ്പെടുത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർക്ക് അങ്ങനെയും പ്രശ്നമുണ്ട്, മറ്റുള്ളവരെ സമാധാനപ്പെടുത്താനോ അത്ര നന്നായൊന്നും അറിഞ്ഞൊന്നും വരില്ല, ഇവരും ആ സങ്കടത്തിൽ പങ്കുചേരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ചിലരുണ്ട് കേട്ടോ നമുക്ക് ആ സങ്കടം വരുമ്പോൾ അത് സോൾവ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. എന്നിരുന്നാൽ പോലും ഇവർ പെട്ടെന്നാണ് ഇമോഷണലി ഡൗൺ ആയിട്ട്. സോ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത്
എടുക്കാവുന്നതൊക്കെ ഉള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിന് ഒരു തൃപ്തി ലഭിക്കുന്ന മാസമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനൊക്കെ യോഗം. നമ്മുടെ പ്രതീക്ഷിക്കുന്ന കാര്യം നോക്കിയാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് വൃശ്ചികത്തിലുണ്ട്. സോ വൃശ്ചിക രാശിക്കാർ വിചാരിക്കുന്ന കാര്യം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗമുണ്ട്. സോ മാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5-ൽ ബുധൻ നിൽക്കുന്ന സമയമാണ് അല്ലെ. ഗുരു ആണെങ്കിൽ 7-ൽ നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ നോക്കി അനുകൂലമായ ഒരു ടൈമായിട്ട് നോക്കാം. കോൺഫിഡൻസ് വർദ്ധിക്കുക, ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് പറയാൻ പറ്റും. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല രീതിയിൽ റിസൾട്ടൊക്കെ കിട്ടാൻ യോഗമുള്ളൊരു സമയം തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ഒരു നല്ല സമയമാണ്, നല്ലൊരു അനുകൂലമായ ടൈം വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയറും കൂടി ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അത് പേപ്പറിൽ പ്രസന്റ് ചെയ്യണ്ടേ. പേപ്പറിൽ എന്തെങ്കിലും പ്രസന്റ് ചെയ്താലല്ലേ ദൈവത്തിന്റെ അനുഗ്രഹവും അതുപോലെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം മാർക്ക് ഇടാൻ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആ പേപ്പറിൽ മാർക്ക് ഇടാൻ വേണ്ടേ. സോ നിങ്ങൾ എന്നെ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ നോക്കാം. അതുപോലെ ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പുറത്തിയാടും. ഓക്കെ, ആ പ്രശ്നം പുറത്തിയാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുജൻ എന്താണ് 8-ൽ നിന്ന് 9-ലേക്ക് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് ചാടുന്ന സമയമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് ചാടുന്ന സമയം തന്നെയാണ്. അതുപോലെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തത കിട്ടുന്ന ടൈം തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരിശ്രമത്തിന് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. അത് നല്ല മാസമായിട്ട് നമുക്ക് കരുതാവുന്ന മാസമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം പൊതുവെ ഏപ്രിൽ മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാസമായിട്ട്, ഗുഡ് മന്ത് ആയിട്ട് നമുക്ക് കാണാം. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് വരിക. തൊഴിലായാലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനോ വരുമാന മാർഗങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ഒരു നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. പൊതുവെ നോക്കി കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരും കേട്ടോ വൃശ്ചിക രാശിക്ക്. അപ്പൊ എന്ത് ചെയ്യാം, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക അല്ലെ. ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് എന്താണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 4-ലാണ് മിക്ക ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൂര്യൻ 4-ലാണ് അല്ലെ. 4-ൽ നിന്ന് 5-ലേക്ക് വരും ഏപ്രിൽ 14-ന്. എന്നിരുന്നാൽ പോലും നോക്കുമ്പോൾ ആ തുടക്കത്തിൽ 4-ലാണ് നിൽക്കുക. ബുധൻ 4-ലാണ് നിൽക്കുക. ശുക്രൻ 4-ലാണ് ഉച്ചത്തില് അല്ലെ. ധനിൽ നിന്ന് മീനരാശി എന്ന് പറയുമ്പോൾ 4-ാം രാശിയാണ്. രാഹു 4-ലാണ് അല്ലെ. ശുക്രൻ അതെ, ബുധൻ അതെ, സൂര്യൻ അതെ, രാഹു അതെ, ശനി അതെ. ഈ 5 ഗ്രഹങ്ങളും എന്താണ് 4-ലാണ് നിൽക്കുക അല്ലെ. അതോടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ സംഭവം ഉണ്ട്. കാരണം 9-ാം 10-ാം ഭാവാധിപൻ എന്നുവെച്ചാൽ ധനുവിന്റെ 9-ാം ഭാവാധിപൻ ആരാ, ചിങ്ങരാശി. ചിങ്ങരാശിയുടെ അധിപൻ ആരാ, സൂര്യൻ. 10-ാം രാശിന് ആരാ, കന്നിയുടെ അധിപൻ ആരാ, ബുധൻ. ബുധനും സൂര്യനും ഒന്നിച്ച് എവിടെ നിൽക്കുന്നത്, മീനരാശിയിൽ. എന്നുവെച്ചാൽ 9-ാം 10-ാം ഭാവത്തിൽ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ധർമ്മകർമാദി യോഗമൊക്കെ പറയാൻ. സോ ആ യോഗം അവിടെ ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ആരാണ് നിൽക്കുന്നത്, ശുക്രനാണ് നിൽക്കുന്നത് അല്ലെ. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും, ശുക്രന്റെ ക്ഷേത്രത്തിൽ ആരാ നിൽക്കണേ, വ്യാഴം നിൽക്കുന്നുണ്ട്. സോ പരസ്പരം രാശിമാണ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുജൻ നമുക്ക് എത്രാമത്തെ രാശിയാണ്, ധനുവിൽ നിന്ന് 8-ാമത്തെ രാശിയിലാണ് കുജൻ നിൽക്കുക എന്ന് പറയാം അല്ലെ, കർക്കിടക രാശിയില്. അപ്പൊ ഇവിടെ വ്യാഴം എന്ന് പറയുമ്പോഴോ നമുക്ക് 6-ലാണ് നിൽക്കുക അല്ലെ. വ്യാഴം 6-ൽ നിൽക്കുന്ന സമയമാണ്. പൊതുവെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സമയം തന്നെയായിരിക്കും. നമ്മൾ ഈ സമയത്ത് വേഗത വേണ്ട. ഈ സമയത്ത് വേഗതയോട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ധനുരാശി എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമായിരിക്കും. ഓക്കെ, ഒരു സമ്മിശ്ര ഫലമായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുമെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പഠന കാര്യങ്ങളിൽ ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വെക്കാതെ നമുക്കിവിടെ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യാമെങ്കിൽ പോലും അവിടെ കൂടുതൽ വേണ്ട ഹാർഡ് വർക്കാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒന്ന് പഠിക്കേണ്ടടുത്ത് 4, 5, 6 തവണ പഠിക്കേണ്ടി വരും. വായിച്ച് പഠിക്കാതെ എഴുതി പഠിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും. സോ മാക്സിമം വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും. ഓക്കെ, നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും. അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പോയി പരീക്ഷ എഴുതാനൊക്കെ ചിന്തിച്ചിരുന്നാൽ ഒന്നും ഉണ്ടാവില്ല അവിടെ. ഓക്കെ, നന്നായി വർക്ക് ചെയ്താൽ
വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രശ്നമില്ല. മാതാപിതാക്കളായാലും വിദ്യാർത്ഥികളുടെ പഠനത്തെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ച് അലസത, മടി, മൊബൈൽ യൂസ്, TV കാണുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, മൊബൈലൊക്കെ മാക്സിമം യൂസ് കുറയ്ക്കുക. ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് വാങ്ങി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 hour അല്ലെ 1.5 മണിക്കൂറൊക്കെ ഒരു ദിവസം കൊടുക്കുക. അത്രയൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ കാര്യം മാത്രം ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ബാക്കിയുള്ള ആപ്സ് ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാത്രം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് യൂട്യൂബ് കാണാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഫോണും കൊടുത്തിട്ട് മറ്റേ ഫോൺ വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ പാസ്വേഡ് ഇതൊക്കെ അറിയെങ്കിൽ അത് ഓപ്പൺ ചെയ്യുള്ളൂ. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുക, മാക്സിമം പഠനത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുക. കാരണം ശ്രദ്ധ കുറവ്, മടി, അലസതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിദ്യാർത്ഥികൾ ശരിക്കും ഇത് പറഞ്ഞൊരു സങ്കടം, ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പറയണേ. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നടത്താൻ പറ്റും. അങ്ങനെ ഒരു ടൈം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള രാശിക്കൊന്നും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ വലിയ കാര്യത്തിലിട്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് അത്രയും ടഫ് ടൈം വരുന്ന സമയത്ത് മാത്രമേ ഞാനത് പറയാറുള്ളൂ. സോ ആ ടൈം ഒന്ന് ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നമായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാക്സിമം ചെയ്യുക. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ്, പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ആ ഏജാണെന്ന് പറയണം കേട്ടോ. പഠിക്കുന്ന ആര് തന്നെയാലും ഏത് ഏജിലുള്ളവരായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. മൊബൈൽ യൂസ് മാക്സിമം, ഷോർട്സ് കിട്ടാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷോർട്സ്, റീൽസ്. ഓക്കെ, കാരണം ഇത് കാണുമ്പോൾ ടൈം പോകുന്നു അറിയില്ല. ലോങ് വീഡിയോസ് ഉണ്ട്, കുറച്ച് കാണുമ്പോൾ മടക്കും, നിങ്ങൾ നിർത്തിയിട്ട് പൊക്കോളൂ. സിനിമ കാണുമെങ്കിൽ അടുപ്പിച്ച് ആ സിനിമ കാണുമ്പോൾ അടുത്ത സിനിമ കാണാൻ പോകില്ല. സിനിമ കാണാൻ നിർത്തുക, വേറെ കാണാൻ പോകില്ല. ഓക്കെ, ഒരു സിനിമ കാണാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ കേന്ദ്രത്തോട് പറയാം ഇന്ന സിനിമ കാണാൻ പോകണം. ആ സിനിമ തീരുമ്പോൾ ഫോൺ കൊണ്ടു കൊടുക്കുക. നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇന്ന് എന്തുണ്ടെന്നല്ല, നാളെ നിങ്ങൾക്ക് എന്തുണ്ടാവണം ഉള്ള ധാരണ ഉണ്ടാവണം. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് കഠിനമായിട്ട് പരിശ്രമിക്കണം. ഇത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റൂ. ഇനി അടുത്ത ധനുരാശിക്ക് ബാക്കിയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, മറ്റ് യാത്രകളെ, ടൂറ്, ട്രാവൽസ് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ടേക്ക് കെയർ ചെയ്യണം. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഉത്തമമായിട്ട് പോവുക. അതുപോലെ തന്നെ വാഹനമൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയൊരു വാഹനം എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പേർട്ടായിട്ട് അറിയാവുന്ന ഒരാളുകളെ കൂടെ കൂട്ടുക. കാരണം ചതി പറ്റിയതൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതാണ്. യാത്ര പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്യാജറ്റ്സുകളൊക്കെ ഒന്ന് സേഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും, സൂക്ഷിച്ചു ചെയ്യുന്ന കാരണം നിങ്ങളുടെ 8 ആരാണ്, കുജൻ നിൽപ്പുണ്ട് അല്ലേ. സോ നിങ്ങളുടെ ഗ്യാജറ്റ്സിന് കേട് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫോണ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വീട് റിലേറ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 8 കുജൻ നോക്കുന്നുണ്ട്. സോ നമുക്ക് വീട് വാങ്ങാന്, വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പോവുക, വീട് പണിയാൻ പോകുന്നു, കയറി താമസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മമായി ചെയ്തു പോവുക. കാരണം ഇതിനൊക്കെ പറ്റിയ ചതി, അതുപോലെ ചെറിയ ആപത്തുകൾ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ആരിലാണ് വ്യാഴം നിൽക്കുക അല്ലെ. നിങ്ങൾ ഹോം ലോണ്, പേഴ്സണൽ ലോണൊക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത്രമാത്രം ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കടങ്ങൾ എടുക്കുക, ലോൺ എടുക്കുക. കാരണം ആളിലെ വ്യാഴം പ്രശ്നമില്ലെങ്കിൽ പോലും നമുക്ക് ആരുണ്ട്, ശുക്രന് ഉച്ചത്തിലാണ് നിൽക്കുക. സോ ഈ ശുക്രൻ ഉച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കടങ്ങൾ ഇരട്ടിയാക്കും. നിങ്ങൾ കടം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കട ഇരട്ടിയാക്കി മാറ്റും. സോ ഈ ടൈം കടം എടുക്കാതിരിക്കുന്നത് ഏറ്റവും നല്ല. അത്ര ആവശ്യമാണ്, അത്ര അർജന്റായി മാത്രം ഹോം ലോണും പേഴ്സണൽ ലോണും ഇപ്പൊ എടുക്കാൻ നിൽക്കുക. ഓക്കെ, കടങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുക. കാരണം കടമെടുത്ത ആളിലെ വ്യാഴം വലിയ പ്രശ്നം ചെയ്തില്ലെങ്കിൽ പോലും ശുക്രൻ എന്ത് ചെയ്യും, നാളെ നിന്നുകൊണ്ട് പ്രശ്നം ചെയ്യും. ഉച്ചത്തല നിൽക്കണം, കട ഇരട്ടിപ്പിക്കും. ഓക്കെ, സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്കും നോക്കാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, അവസാനം വാക്കൊന്നും പറയാൻ നിൽക്കണ്ട ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ടൈം എടുത്ത് നടന്നേക്ക് എത്തുന്നതാണ്. അതുപോലെ 4 ശനി നിൽക്കുന്നുണ്ട് അല്ലെ. 4 ശനി, 4 വ്യാഴം, അതുപോലെ 8 കുജൻ, ഇവർ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് വീക്ക്നെസ് ഉണ്ടാകും. നമ്മളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കും ഈ ടൈമിൽ, ഏപ്രിൽ മാസത്തില്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. സോ ഈ ടൈം ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നിന്ന് മുന്നോട്ട് പോവുക. ഹെൽത്തിൽ ടേക്ക് കെയർ ചെയ്യുക. ഫുഡ്, സ്ലീപ്പ് ഇതൊക്കെ കറുത്ത് പ്രോപ്പറാക്കി മാറ്റുക കേട്ടോ. മാക്സിമം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് മറികടക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. സോ ഒരു കാര്യം വേഗത്തിൽ തീരുമാനം എടുക്കല്, വേഗത്തിൽ എടുത്തിയാടല്, എല്ലാ കാര്യവും പയ്യെ ടേക്ക് കെയർ ചെയ്ത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഈ ധനുരാശിക്കാരെ ഈ ഒരു മാസത്തെ നടത്തിയെടുക്കുവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ സമ്മിശ്ര ഫലമായിരിക്കും. ഒരു കംഫോർട്ട്, സുഖമായിട്ടൊരു മാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കംഫോർട്ട്, സമ്മിശ്ര ഗുണദോഷം സമ്മിശ്രമായിട്ട്
അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറഞ്ഞാൽ അല്ലെ. മകരരാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസം എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടാകും, കാരണം കണ്ടിന്യൂസ് വീഡിയോ കാണുന്നവർ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഇപ്പം മകരരാശി സംബന്ധിച്ച് നോക്കുമ്പോൾ ശനി എന്ന് പറയുമ്പോൾ 3-ലാണ് അല്ലെ. ഏഴരശനി മാറി നമുക്ക് തീർന്നു. സോ എന്താണ് 3-ലാണ് ശനി വന്നേക്കണത്. അതുപോലെ തന്നെ 3-ലാണ് എന്താ നമുക്ക് അറിയാനും സ്ഥിതി ചെയ്യുക അല്ലെ. 3-ൽ ആരൊക്കെ ഉണ്ട്? ശുക്രനുണ്ട് അല്ലെ, ബുധനുണ്ട്, അതുപോലെ തന്നെ സൂര്യനുണ്ട്, രാഹു ഉണ്ട്, ശനിയുണ്ട് അല്ലെ. ഏപ്രിൽ 14 സൂര്യൻ എന്ത് ചെയ്യും? മേടരാശിയിലേക്ക് പോകും. ഓക്കെ, എന്നിരുന്നാലും 3-ലാണ് എന്താ മിക്ക ഗ്രഹങ്ങളും പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കിയാൽ നമുക്ക് തൊഴിൽ അന്വേഷിക്കുകയാണ്, നമ്മൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തൊഴിലിന്റെ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാൻ സമയമാണ്. നിങ്ങൾ 50% വർക്ക് ചെയ്തോ 50% റിസൾട്ട് കിട്ടും. നിങ്ങൾ 25% വർക്ക് ചെയ്തോ നിങ്ങൾക്ക് 25% റിസൾട്ട് കിട്ടും. 100% വർക്ക് ചെയ്തോ നിങ്ങൾ 100% റിസൾട്ട് കിട്ടും. ഈ ഒരു സാഹചര്യം ആയിരിക്കും നിങ്ങളുടെ വർക്കിന് തുല്യമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, ഭാഗ്യാനുഭവങ്ങളൊക്കെ നിറഞ്ഞ മാസം തന്നെയാണ്. സാമ്പത്തികമായ പുരോഗതിയിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സമയമാണ്. വരുമാന വർധനമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ്. ടൈം എന്ന് പറയാൻ നമുക്ക് നല്ലൊരു എനർജി, ഒരു ഉന്മേഷം, ഊർജ്ജം കിട്ടുന്ന ടൈമേക്ക്. ഇപ്പം നമ്മൾ ക്ഷീണിച്ച് അല്ലെങ്കിൽ ടയേർഡായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോയെങ്കിൽ ഇപ്പം നമുക്ക് നല്ലൊരു എനർജി, ഒരു ഉന്മേഷം, എനർജി ഫീൽ കിട്ടുന്ന സമയമാണ്. നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയം. ഇപ്പൊ തൊഴിലുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടാനുള്ള അവസരങ്ങൾ, നിരവധി അവസരങ്ങൾ നിറഞ്ഞൊരു മാസമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ്, കുടുംബ റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രണയിക്കുന്നവർക്കൊക്കെ നോക്കുക, അല്ലെ പ്രണയ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, പ്രണയിച്ചു എന്ന് ഓർത്ത് ഒരാളെ കല്യാണം കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല അല്ലെ. പിന്നീട് പ്രണയിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നമ്മുടെ പങ്കാളിയുടെ എന്താണ് കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചെറിയ കുറ്റങ്ങളും കുറവില്ലാത്ത ആരുമില്ല. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും മോശ സ്വഭാവങ്ങൾ, എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുക, എന്തെങ്കിലും അഡിഷൻ ഒക്കെ ഉണ്ട്, ഇത് മാറ്റാൻ പറ്റുന്നതല്ല. അവർ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താണ് മാറ്റാൻ പറ്റൂലാത്തല്ല. ഒരാൾ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ അവർ തീരുമാനിക്കണം. ഓക്കെ, അവരിത് മാറ്റാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ, അല്ലാതെ വേറൊരാൾ തീരുമാനിച്ചാൽ മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന് അഡിഷൻ പറയുമ്പോൾ എന്താണ്, സ്ത്രീയായാലും പുരുഷനാണ്, നമ്മുടെ പങ്കാളി ആരാണെങ്കിലും ഈ ആരിലാണോ പ്രശ്നമുള്ളത് മറ്റാൾക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആളെ ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിപരമായിട്ട് തീരുമാനം നല്ലതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാവുന്നതാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവരുണ്ടാവും. നേരത്തെ വിവാഹം കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇരിക്കുവാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ഏഴശനി സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താണ്, ചിലവർക്ക് ഡൈവോഴ്സ് ആയിട്ടുണ്ടാവാം, ചിലവർക്ക് എന്താണ് ഡൈവോഴ്സ് പോലെ തന്നെ അകന്ന് മാറി നിൽക്കുക. ഇനിയിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും 2 മുറിയിലൊക്കെ ആയിട്ട് നിൽക്കുക അവസ്ഥ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും. ഇനി പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർ, 2ാം തവണ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായ സമയമാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ്. അതുപോലെ സ്ഥലം മാറ്റണം അല്ലെങ്കിൽ സ്ഥലം മാറണം എന്നാഗ്രഹിക്കുന്ന അനുകൂലമാണ്. വീട് മാറണം, വേറൊരു വീട് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റം, അതിനനുകൂലമായ സമയമാണ്. വാഹനം ഒന്ന് മാറ്റിയെടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. മൊത്തത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ നിറഞ്ഞൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് മകരരാശിയെ സംബന്ധിച്ചോളം. ഓക്കെ, നിരവധി മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസം എന്ന് പറയുക കേട്ടോ. ജീവിതത്തിലായാലും കുടുംബത്തിലായാലും തൊഴിൽ സമുദായത്തിലും മൊത്തത്തിലൊരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ മാറ്റം അനുഭവിക്കാനും അത് സാധിച്ചു കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ്, ഇമോഷനിലും നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി വ്യക്തത, ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ കുറച്ചുകൂടി തെളിഞ്ഞ ഒരു കാറ്റോടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരിയായ വരിയിൽ ഇനി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്ന സമയം തന്നെയാണ് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പലതരത്തിലുള്ള മൈൻഡ് ഭയങ്കര ഡീവൈറ്റ് ആവാൻ, ഒരു അലസതമായ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ഒരു മെമ്മറി ഭയങ്കര വീക്ക് ആവുന്ന ഫീലാണ്. നമുക്ക് എന്തൊരു കാര്യം ഓർമ്മയില്ലാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം ഒരു ധാരണ ഇല്ലാത്ത, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാൻ ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ എന്തായാലും തെളിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ പറ്റുന്ന ടൈം തന്നെയായിരിക്കും ഈ മാസം എന്ന് പറഞ്ഞ ഏപ്രിൽ മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സമയം നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ കുറയും.
അതിന് ശമനം വരികയൊക്കെ ചെയ്യുന്ന ടൈം തന്നെ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത സീനിയേഴ്സിനെ റിലേറ്റഡ് നോക്കുമ്പോൾ നിങ്ങളുടെ രോഗം, ഘട്ടം, ചതി, അതുപോലെ കുടുംബ പ്രശ്നം ഇതൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്തായാലും മുക്തി നമുക്ക് ലഭിക്കുന്ന ടൈം തന്നെ ടൈം എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചവർക്ക് അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടുന്ന സമയമാണ് ഇത് ടൈം. ഇവിടെ നിങ്ങളോട് പറയാനുള്ള സീനിയേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കുറച്ച് ഇതുവരെയുള്ള സമയമുണ്ടല്ലോ, അപ്പൊ ഈ വീഡിയോ കാണുന്നതിന്റെ തലേദിവസം വരെയുള്ള ടൈം പിന്നെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇന്നലെ വരെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കുക. നമ്മളെ പാസ്റ്റിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, കാര്യങ്ങൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, വാനിഷ്യ മായ്ക്കുക. ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ മാക്സിമം ഓർക്കാതിരിക്കുക, ആ കാര്യങ്ങൾ മറന്നു കളഞ്ഞേക്കുക. ഇന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഈശ്വരൻ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക, ഈശ്വരനോട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മകരരാശിക്ക് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നല്ല മാസമാണ് കേട്ടോ. ഗുഡ് മന്താണ്. ഒരു പോസിറ്റീവ് നിറഞ്ഞ, ഒരു എനർജി നിറഞ്ഞ, ഒരു കോൺഫിഡൻസ് നിറഞ്ഞ, ധൈര്യം നിറഞ്ഞ, സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുക, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുക, തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ നേടാൻ സാധിക്കുക, സ്ത്രീകൾക്കായാലും സുഖമായിട്ട് പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കുക, കുടുംബത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക. മൊത്തത്തിൽ നോക്കി സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണാൻ സാധിക്കും കേട്ടോ. കുംഭരാശി അല്ലെ, അവിട്ടമര, ചതയും, പൂരുട്ടാതി, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലെ. കുംഭരാശിക്കാരെ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഒരു കാര്യം പേടിപ്പിക്കാനുള്ള പറയുന്നില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ 6 കുജം നിൽക്കുന്ന സമയമാണ് അല്ലെ. 6 കുജം നീചത്തിലാണ് നിൽക്കുക. തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിൽ ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത്ര അനുകൂലമായ സമയമായിരിക്കില്ല ഇത്. നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിൽ നല്ലതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇപ്പൊ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതേ തൊഴിൽ ചെയ്യുക, അതേ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടേ പോവാം. ഇപ്പൊ സ്ഥാപനം പറയുകയാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ മാറുക, അല്ലാതെ നമ്മുടെ സ്വയിഷ്ടത്താൽ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു സ്ഥാപനത്തിലേക്ക് മാറാനൊന്നും നോക്കണ്ട. ബിസിനസ് ഇപ്പൊ ചെയ്യുകയാണോ, ആ ബിസിനസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഐഡിയ ഉണ്ടോ, ഇന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് ഇപ്പൊ തുടങ്ങണ്ട. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ. അതുപോലെ നമുക്ക് കടങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് കടങ്ങൾ, ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അത് കുറയ്ക്കുന്നത് എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും, അതിന് മാർഗം എന്തൊക്കെയാണുള്ളത്, അതൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിയാൽ, കുടുംബ സംബന്ധമായിട്ട് നോക്കുക, കുഴപ്പങ്ങളൊക്കെ നിറഞ്ഞ രീതിയിലുള്ള പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനെയൊക്കെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ തലയിൽ വരും ഓട്ടോമാറ്റിക്കലി. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്ത വരും, ഈ ആ പ്രശ്നം ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാം, ഇങ്ങനെ ചെയ്താൽ സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അന്നേരമൊക്കെ പെട്ടെന്ന് കയറി വരണം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യാത്രയിലേക്ക് അന്നേരം പെട്ടെന്ന് ഓർമ്മ വരും, ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും, ഇങ്ങനെ ചെയ്താൽ അത് സോൾവ് ആവുമായിരിക്കുമോ, അതിന് നല്ലൊരു മാർഗമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ചിന്ത വരാൻ സാധ്യതയുണ്ട്. നന്നായി ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സാധിക്കും. അതിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങാവുന്ന സമയമാണ്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഫൈനലൈസ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹം നടത്താം, വിവാഹത്തിന് ഓക്കെയാണ്, അല്ലെങ്കിൽ സമ്മതമാണ്, കൺഫേം, ഫൈനലൈസേഷൻ ചെയ്യില്ല ഈ ടൈമിൽ, ഈ മാസത്തിൽ. അതിന് ഈ മാസം നല്ലതല്ല. ഓക്കെ, അതൊന്ന് നോക്കുക. അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ഭാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നിങ്ങളുടെ തൊഴിൽ ഭാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, എല്ലാവരെയും ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ്, എല്ലാവരും നന്നാക്കി എല്ലാവരും ഓക്കെ പറയുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടീസ്, നിങ്ങളുടെ കടമ കൃത്യമായിട്ട് തെറ്റുപറ്റാതെ ചെയ്തു പോവുക, അത് മാത്രം ചെയ്യുക. ഓക്കെ, എല്ലാവരെയും ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടീസ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവാം, ചലഞ്ചിങ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽഭാരം കൂടുതലുണ്ടാവും, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനനുസരിച്ച് നോക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയോണ്ട് തരുന്നതാണ്. ആ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കടമ കൃത്യമായിട്ട് ഏത് ടഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ കടമയും നിങ്ങളുടെ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ
ഓക്കെയാണ്. ചിലപ്പോൾ കുടുംബത്തിൽ കുറച്ച് ഭാരം കൂടുതലും, അപ്പൊ തൊഴിലിൽ കുറച്ച് ഭാരം കൂടുതൽ വരും, എന്നുവെച്ചാൽ കൂടുതൽ എക്സ്ട്രാ വർക്ക് വരും. പക്ഷെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് തൊഴിൽ ഭാരം കറക്റ്റ് ബാലൻസ് ചെയ്യാം. ഈ ടൈം കുറച്ച് ടെൻഷൻസ്, സ്ട്രെസ്, അപ്പൊ ഇതൊക്കെ കൂടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കൂടും. ഓക്കെ, നമുക്ക് എടുക്കാവുന്ന കുറച്ച് കൂടുതൽ ലോഡായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെ കവർ ചെയ്ത് പോവാ. നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾ എന്ത് കാരണം വെച്ചാലും മറക്കാതെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കടമയും കൃത്യമായിട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സും കൃത്യമായിട്ട് പോപ്പുലേറ്റ് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ ഈ മാസം എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ്. ഓക്കെ, ഗുഡ് മന്താണ്. നമുക്ക് നല്ല പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരുന്ന സമയം. കാരണം 2-ലാണ് നിൽക്കുന്നത് ബുധൻ നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ. 2-ൽ ബുധൻ നിൽക്കുന്നുണ്ട്, അപ്പൊ 4 ആര് നിൽക്കുന്നുണ്ട്, വ്യാഴം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ശുക്രൻ നിൽക്കുന്നുണ്ട്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് എക്സാം ജയിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുകൂലമായുള്ള കാര്യങ്ങൾ വരും. വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ടെൻഷൻ സ്ട്രെസ്സും കുറയും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നില്ലേ. നിങ്ങൾക്ക് ഒരു കാര്യം ഐഡിയ ഉണ്ട്, ഇന്ന പഠിച്ചാൽ മതി എന്ന് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ്, അതുപോലെ നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 കാര്യം ശ്രദ്ധിക്കുക. 2-8 എന്ത് ചെയ്യാനുണ്ട്, രാഹു കേതുക്കൾ നിൽക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോക്കുക, സീനിയേഴ്സിന്റെ കാര്യം നോക്കുകയെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അത്ര സുഖകരമായിട്ടുള്ള മാസമൊന്നും ആയിരിക്കില്ല ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ സന്താനങ്ങളുമായിട്ട് കുറച്ച് കശപിശയൊക്കെ ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ സൂക്കേടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല അവർ മനസ്സിലാക്കി എടുക്കണം. കാരണം നിങ്ങളുടെ 2-ൽ ആരാണ്, ശനി നടക്കുന്നുണ്ട്. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ തെറ്റായിട്ടായിരിക്കും കേൾക്കുക. സോ അവിടെ കുറച്ച് സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, പൂർണ്ണ ഹാപ്പി അല്ല, എന്നാൽ പോലും കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ കുംഭരാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. മീനരാശി, പൊരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴവും ശുക്രനും രാശി മാറി മാറി നിൽക്കും അല്ലെ. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും, ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴം എന്ന സമയമാണ് ജന്മശനി സമയമാണ് അല്ലെ. ശുക്രനും അതുപോലെ തന്നെ ബുധന്, സൂര്യൻ, രാഹു, ശനി ഇവരെല്ലാം എന്താണ് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയമാണ് അല്ലെ. എന്നുവെച്ചാൽ മീനരാശിയിലാണ് ഇവരെല്ലാം നിൽക്കുക. അതുപോലെ നമുക്ക് ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ അത്ര നല്ല സമയമൊന്നും അല്ലാത്ത ടൈം എന്ന് പറഞ്ഞാൽ കുജൻ നോക്കിക്കഴിഞ്ഞാൽ നീചത്തിലാണ് നിൽക്കുക, വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 3-ലാണ് നിൽക്കുക. സോ 1-ലാണ് രാഹു, നമുക്ക് ശനി ആയാലും 1-ലാണ്. മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. മൊത്തത്തിൽ ഒരു കുഴപ്പം നിറഞ്ഞ സമയമായിരിക്കും ഈ ഒരു ടൈം ഏപ്രിൽ മാസം എന്ന് പറയുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നാളും എന്ന് പറയുന്നത് ഈ ശനി വരുന്ന മുമ്പ് വരെ രാഹു ഉണ്ടായിരുന്നു ഇവിടെ മീനത്തില. രാഹു ഈ മീനത്തിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. മൊത്തം ബ്ലാക്ക്, ഒരു മൊത്തത്തിൽ ഒരു ഇരുട്ടായിരിക്കും. ഓക്കെ, മൊത്തം ഒരു ഇരുണ്ട മുറിയായിരിക്കും. ഓക്കെ, ഈ തലയ്ക്ക് മുകളിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ണും കെട്ടി വിട്ടേക്കുവാണ് രാഹു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഒരു കൺഫ്യൂഷൻ, മൊത്തം ഒരു ഡിസ്ട്രാക്ഷൻ, കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞ സമയമായിരിക്കും രാഹു മീനത്തിൽ വരുമ്പോൾ. അതേപോലെ തന്നെ എന്താണ് ഈ ശനി മീനത്തിലേക്ക് ഇപ്പൊ കയറി അല്ലെ. ശനി മീനത്തിലോട്ട് കയറുമ്പോൾ ജന്മശനിയായപ്പോ എന്ത് സംഭവിച്ചു, നല്ല ഭാരം, തലയ്ക്ക് മുകളിൽ നല്ല ഭാരം വരും. ഓക്കെ, നല്ല ഭാരം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ്. നേരത്തെ രാഹുവിന്റെ കണ്ണുകെട്ടം ഉണ്ടായിരുന്നുള്ളൂ, ആ കൂടെ ഇപ്പൊ എന്താണ് ഒരു ഭാരം കൂടി തലയ്ക്ക് മുകളിൽ കയറി. ഓക്കെ, തലയ്ക്ക് മുകളില് നമ്മളെ കൊണ്ട് എടുത്താൽ പോകില്ലാത്ത കൂട്ടൊരു ഭാരം കയറിയ അവസ്ഥയായിരിക്കും ശനി മീനത്തിലേക്ക് വന്നപ്പോ. ഓക്കെ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടൈമിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യം എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതെ റിലാക്സ് ആയിട്ടിരിക്കുക. ഇവിടെ റിലാക്സ് ആയിട്ടിരുന്നാലേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിനും ഓവർ റിയാക്റ്റ് ആവാതിരിക്കുക, പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം തീരുമാനിക്കുക, ഒരു റിയാക്ഷൻ എടുക്കാതിരിക്കുക. കാരണം എന്താ, എടുത്താൽ നിങ്ങളുടെ കണ്ണും കെട്ടി വെച്ചേക്കുവാണ്, നിങ്ങളുടെ മുകളിൽ തലയ്ക്ക് മുകളിൽ ഭാരമുണ്ട്. സോ നിങ്ങൾ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡേഞ്ചറായി വരിക. സോ എന്ത് ചെയ്യുക, അവിടെ റിയാക്ട് ചെയ്യാതിരിക്കുക, ഒരു ഡിസിഷനും കണ്ണും മൂടി എടുക്കാതിരിക്കുക, പെട്ടെന്ന് എടുത്തിയാടി വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക, നന്നായി ചിന്തിക്കുക. നന്നായി ചിന്തിക്കുക. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം 3-ൽ വ്യാഴം നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ 8-ാം ഭാവാധിപനായ ശുക്രൻ ആരാണ്, ഇവിടെ ജന്മത്തിൽ വരുന്ന സമയമാണ്. സോ നമ്മുടെ ആശകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശകളെയൊക്കെ ഇങ്ങനെ
തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, വാർത്തകളൊക്കെ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആശകളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങളൊക്കെ ഇങ്ങനെ പൊത്തിയടിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, സംസാരങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ റിലാക്സ് ആയിട്ട് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ ഫാമിലി, കുടുംബജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജനെ നോക്കിക്കഴിഞ്ഞാൽ നീചത്തിലാണ് അല്ലെ. കുജൻ നീചത്തിലാണ് നിൽക്കുന്നത്. വിവാഹ കാര്യങ്ങൾക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല. നമുക്ക് വിവാഹ കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള ഡിസിഷൻസ്, കുടുംബത്തിലൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ അത്ര അനുകൂലമായ സമയമല്ല. കുടുംബജീവിതത്തിലായാലും സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറഞ്ഞാൽ പുതിയ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ പങ്കാളികൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു പ്രശ്നത്തിനും വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ 2 കൈ കൂട്ടടിച്ചാൽ മാത്രം ഒച്ച കേൾക്കുള്ളൂ. സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കണം. ഇപ്പം നിങ്ങളുടെ പങ്കാളിയുടെ ആണ് രാശിയാണ് മീനൻ രാശിയെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ തന്നെ രാശിയാണ് അതെങ്കിൽ നിങ്ങൾ അതും മനസ്സിലാക്കുക. ഓക്കെ, ആരായാലും മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് കൂടി ഇത് ഷെയറിങ് കൂടി ചെയ്ത് കൊടുത്താൽ അത്ര ഉത്തമം. കാരണം അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു അതിനെ വലുതാക്കാതെ, ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും, അതിന് ചെറിയ കണല് അതിങ്ങനെ ഊതി 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 എന്താക്കുക, വലിയ കണലാക്കി വലിയ തീയാക്കി മാറ്റാതെ എന്ത് ചെയ്യുക, ആ ചെറിയ കണലായിരിക്കുമ്പോൾ തന്നെ അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താ, കെട്ടുപോകും, തീ കെട്ടുപോകും. അതേപോലെ ആ ചെറിയ പ്രശ്നത്തിനെ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന ആൾക്ക് അതിനും വലിയ പ്രശ്നം ആക്കി വിടുന്ന തരത്തിലാവല്ല. പക്ഷെ ആ ഒരു പ്രശ്നത്തിനെ മാക്സിമം വലിയ ആക്കാതെ ഒന്നെങ്കിൽ ആ ലെവലിൽ തന്നെ നിർത്തുക, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കുക, ആ പ്രശ്നത്തിനെ ഇല്ലാതെയാക്കുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക. രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കാം. ഒരു മുൻധാരണയോടൊന്നും സംസാരിക്കാതെ മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. ഓക്കെ, എല്ലാ കാര്യവും മനസ്സിലാക്കി വരുമ്പോൾ അത് സംസാരിക്കുമ്പോൾ അതിൽ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച് ആ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവരെ സംസാരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ആ പ്രശ്നമൊക്കെ അങ്ങനെ സോൾവ് ആയി പോകും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇത്ര കുഴപ്പമില്ല. കാരണം ഒന്നാമത് ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് പ്രശ്നം. ഒരാളൊരു കാര്യം പറഞ്ഞാൽ തോന്നും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം എന്താണ്, ഇപ്പം ഞാനിരുന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി ചിലപ്പോൾ തെറ്റായിട്ട് രീതിയിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാം. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കുറച്ചൊരു മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന നല്ലതാണ്, ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ പ്രണയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന സമയമായിരിക്കും ടൈം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായ തോട്ട്സുകൾ അധികം വരുന്ന സമയമായിരിക്കും, ധാരാളം വരുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ നിന്നൊരു പ്രഷറൊക്കെ കൂടുന്ന സമയമായിരിക്കും. ശരീരത്തിലെ ജോയിൻസിൽ ഉണ്ടാകുന്ന പെയിൻസ്, ഹിപ്പ് പെയിൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് തലയ്ക്ക് മുകളിലൊരു ഭാരം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടാവാൻ ചാൻസ് കൂടുതലുള്ള ടൈം തന്നെയാണ് ടൈം എന്ന് പറയാം. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങളൊന്നും ഇപ്പോൾ തലയിടാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് പഠിത്തത്തിൽ മാത്രം ആക്കുക, വേറെ കാര്യത്തിലൊന്നും ഫോക്കസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു കാര്യത്തിലും വേറൊരു കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ നിൽക്കല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ പഠന റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. മൊബൈൽ യൂസ് ചെയ്തോലും പ്രശ്നമില്ല. റീൽസ്, ഷോർട്സ് അങ്ങനെ ടൈം കൺസ്യൂം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതിന് നല്ലതെന്ന് പറയുന്നത്. അതിൽ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ടേക്ക് കെയർ നല്ലതാണ്. കാരണം ജന്മശനിയാണ്, മോശമായ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സീനിയേഴ്സിനെ സംബന്ധിച്ച് പ്രായത്തിൽ മുതിർന്ന ഒരു 55-60 വയസ്സൊക്കെ ആയിട്ടുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പ്രെയർ ചെയ്യുക, മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. മൊത്തത്തിൽ എന്തൊരു കാര്യം ചെയ്യുന്നതും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അനാവശ്യമായ ചിലവുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് തോന്നുന്ന ചിലവുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലവുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ മീനരാശിക്ക്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ദോഷങ്ങളൊന്നുമില്ല. ഏപ്രിൽ മാസം എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് നിൽക്കാൻ പറ്റും. കാരണം ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് നമുക്ക് പെരുമാറാൻ സാധിക്കില്ലേ. അല്ല, ഞാൻ പറയാനുള്ള ഒരു സിഗ്നലാണ് ഒരു പ്രഡിക്ഷൻ ഞാൻ ചെയ്യുന്നതെന്ന്. സോ ഈ സിഗ്നൽസ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പൊ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരു കുടുംബം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ, അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അവിടെ കയറി ഓപ്പൺ ആയിട്ട് നമ്മളൊരു കാര്യം സംസാരിക്കാതെ അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് സംസാരിക്കുക. അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് വെച്ചാൽ നമ്മുടെ
ആ കുടുംബ ജീവിതം നശിക്കണം എന്നുള്ള സുഹൃത്ത് ബന്ധമല്ല, നമ്മുടെ കുടുംബം നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അവരോട് സംസാരിക്കുക. അവർ സംസാരിച്ച് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് വിഷയം റിലേറ്റഡ്, ആ റിലേറ്റഡ് ആയിട്ട് എക്സ്പെർട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. ആ പ്രശ്നത്തിൽ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രമൊക്കെ വരുന്ന സമയത്ത് ക്ഷേത്ര ദർശനം രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ വരിക. അന്ന് വൈകിട്ടും കൂടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ്. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നേ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത്, അല്ലെ, പൊതുഫലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഓരോ രാശിക്കും ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഫലം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ. കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊരു സൂചന പോലെ, സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പ്രിഡിക്ഷൻ എന്ന് പറയാറുണ്ട്, അല്ലെ, പൊതുഫലം എന്ന് പറയുന്നത്. കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗ്രഹനില അനുസരിച്ച് എന്ത് ചെയ്യും, അതിലും ഏറ്റക്കുറച്ചിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ദശ ഏതാണ്, നമ്മുടെ അപഹാരം ഏതാണ് നടക്കുന്നത്, നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ, അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും ലഗ്നഫലം കൂടി ഒന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ഒരാള് 2 ഫലമൊക്കെ ഏകദേശം കണ്ടവരും, കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനനം, അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പം മിഥുനമാണെങ്കിൽ മേടത്തിന്റെയും മിഥുനത്തിന്റെയും കൂടി ഫലം കണ്ടിട്ട് രണ്ടും കൂടി ഒന്ന് സമ്മിശ്രമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധ്യത, നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടി കമ്പയർ, നമുക്കറിയാം ചന്ദ്രാൾ നോക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരം ഒക്കെ നോക്കിയാണ്. അപ്പൊ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതി തന്നെയാണ്. ഓക്കെ, 2 പേർക്കും നോക്കാവുന്ന ലഗ്നഫലമായിട്ടും രാശിഫലമായിട്ടും കാണാവുന്ന രീതി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച്, പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ. അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും കേട്ടോ. അത് ഏതാഴ്ചയാണെന്ന് നേരത്തെ മുൻകൂട്ടി പറയാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ പോൾ വന്നതനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഞായറാഴ്ച ആയിരിക്കും ആ ക്ലാസ്, ആ വെബിനാർ നമ്മൾ നടത്തുന്നത്. ഇതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത. മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ്. സോ മാർച്ച് ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച മതി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് വെബിനാർ നടത്തുക കേട്ടോ. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും ഒന്നുകൂടെ അറ്റൻഡ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്ക് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ച് ഫ്യൂ മന്ത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ വെബിനാർസ് എപ്പം നമ്മൾ കണ്ടിന്യൂസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര തന്നെയായിരിക്കും നടക്കുക. കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമല്ലോ. സോ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യണം. സോ അതുപോലെ തന്നെ വേറെ കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 പേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ വരെ കൃത്യമായിട്ട് പറയും. അതുമാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ പെൻഡുല ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്.
അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം, ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ അറിയാലോ, കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുക, തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യുക. പറ്റുന്നില്ലേ, നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിൽ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവർത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.